നമ്മുടെ നാട്ടിലെ മഴയും വെയിലും കൊണ്ടിട്ട് നിലാവ് അറിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഉമ്മർക്കയുടെ കൂടെ സ്കൂൾ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഉമ്മർക്കയുടെ ബാപ്പ എന്റെ ചെവിക്ക് പിടിച്ച് ദുബായ്ക്കുള്ള വിസ കയ്യിലേൽപ്പിക്കുന്നത്. ആദ്യത്തെ 1-2 വർഷം ഉമ്മർക്കയുടെ കത്തിലൂടെ നമ്മുടെ കണ്ണാടിപ്പഴം വിരിഞ്ഞതും 2 വീടും ഒരു മുറ്റമായി കഴിയുന്ന നമ്മുടെ പറമ്പിൽ കൊന്നമരം പൂത്തത് വരെ ഞാൻ കണ്ടു. പിന്നെ എന്തോ ഉമ്മർക്ക് എന്നെ മറന്നുപോയി. എന്റെ എത്ര കത്തുകളാ മറുപടിയുടെ കടവുമായി ഉമ്മർക്കയുടെ അലമാരിയിലോ മേശയിലോ ഇരിപ്പുള്ളതെന്നറിയോ? ഞാൻ പരാതി പറയുന്നില്ല. ഉമ്മർക്കയോടും ആമനയോടും ബാപ്പയോടും ഉമ്മയോടും ഒക്കെ ഞാൻ എങ്ങനെ പരാതി പറയാൻ? പക്ഷേ ഞാൻ പരാതിപ്പെടും. എയർപോർട്ടിൽ ഞാൻ എത്തുമ്പോ അവിടെ എന്നെ കാത്ത് ഉമ്മർക്കയില്ലെങ്കിൽ. ആ പിന്നെ വില്ലേച്ചും ചെറിയച്ചിയും ഞാൻ ഇതുവരെ കാണാത്ത അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്ക് തിരിച്ചെഴുതി അതിനു മുമ്പേ എന്റെ ഉമ്മർക്ക് എത്തുമെന്ന്. കുട്ടിക്കാലത്ത് ഇക്ക പറയാറില്ലേ, ഞാൻ വല്യേച്ചിയുടെയും ചെറിയച്ചിയുടെ അനിയനല്ല, ഇക്കയുടെ അനിയനാണെന്ന്. ഇക്ക അക്കാലമെല്ലാം ഓർക്കാറുണ്ടോ? കണ്ണാടിപ്പുഴയിലെ ഞണ്ടുപിടുത്തവും അത് കൊടുത്ത് നീലാണ്ടനാരുടെ ഷാപ്പിൽ നിന്ന് രഹസ്യമായൊരിക്കൽ കള്ളു കുടിച്ചതും പിന്നെ ബാപ്പ 2 തെങ്ങിൽ കെട്ടി മുളക് തേച്ച് തല്ലിയതും. ഞാനങ്ങ് വരട്ടെ. കണ്ണാടിപ്പുഴ എത്ര മെലിഞ്ഞാലും ഞണ്ടുകൾ എവിടെ പോയി വിളിക്കാനാ? പക്ഷെ ബാപ്പയുടെ കണ്ണ് വെട്ടിക്കുന്നതാണ് പാട്. സാരില്ല, ഒക്കെ എയർപോർട്ടിൽ വെച്ച് കാണുന്ന നിമിഷം മുതൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ശേഷം നേരി എന്ന് ഇക്കയുടെ സ്വന്തം അനിയൻ ഉണ്ണി. നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പള്ളിയോട് ചേർന്നൊരു സർപ്പക്കാവ് ഉണ്ടായത് ഇന്നോ ഇന്നലെയല്ലല്ലോ. അതിപ്പോ അവരപ്പം വിപുലമാക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ല ക്ഷേത്രം കൂടി നമ്മുടെ പള്ളിക്കടുത്തുണ്ടാവട്ടെ. പിന്നെ അവരുടെ ഉത്സവത്തിന് നമുക്കും നമ്മുടെ പെരുന്നാളിന് അവർക്കും പങ്കെടുക്കാമല്ലോ. അതോടെ നമ്മുടെ നാട് മറ്റെല്ലാ നാടുകൾക്കും ഒരു മാതൃകയാവും. അസ്സലാമു അലൈക്കും. എനിക്ക് 2 വാക്ക് സംസാരിക്കാണ്ട്. ക്ഷേത്രം പണിയതല്ലേ ഞങ്ങൾക്കെന്താ വിരോധം? അല്ലേ? നമ്മുടെ പള്ളിക്കടുത്ത് വലിയ അമ്പലം ഉണ്ടാവട്ടെ. അവന്മാരുടെ ഉത്സവത്തില് വെടിക്കെട്ടിന് വല്ല അമിട്ടോ ഗുണ്ടോ പൊട്ടി പള്ളി കുറെ ഇഷ്ടിയ കഷ്ണങ്ങളായിക്കോട്ടെ. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളല്ലേ? എടാ അത്താഴം മുടക്കി കോയാമു, പള്ളിയെ കുറിച്ച് ഇത്ര വീമ്പിളക്കുന്ന നിനക്ക് സുബഹി നമസ്കാരം എത്ര റക്കായത്തുണ്ടെന്ന് അറിയാമോ? അതിപ്പോ ഈ ഉറക്കത്തിൽ എണീറ്റ് നിസ്കരിക്കണോണ്ട് ശരിക്കും ഓർമ്മ വരണില്ല. 1 0 3 4 4 റക്കാത്ത്. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ലേ? ഇല്ലാത്ത വെടിമരുന്ന് നീ ഇവരുടെ മനസ്സിലിട്ട് പൊട്ടിക്കരുത്. മനസ്സിന് തീ പിടിച്ചാല് തലമുറകൾ കഴിഞ്ഞാലും അത് അണയില്ല. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. മഴയത്ത് പോലും പള്ളിക്കൂടത്തിന്റെ വരാന്തേ കയറി നിൽക്കാത്ത നിനക്കത് എവിടുന്ന് മനസ്സിലാവാനാ? 4 അക്ഷരം പഠിച്ചതായി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മൂസാജി മാത്രമല്ല ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് പറയാ, ചരിത്രം എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. മാത്രമല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം കുഴിച്ചുമൂടാൻ ആയുധമാകരുത് മൂസാഹജ വിജ്ഞാനം. മോനെ ഹംസ, ഈ മൂസാഹാജിക്ക് നിന്റെ ബാപ്പയുടെ പ്രായമുണ്ട്. നിന്ദിക്കണം. വാപ്പ ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പള്ളിക്ക് മുന്നിൽ ക്ഷേത്രം വേണ്ടെന്ന് നമ്മുടെ സമുദായം മുഴുവൻ നട്ടല് നിവർത്തി എന്ന് പറയുമ്പോ അതിനെ എതിർക്കുന്നവരാരായാലും ശരി, അവർ സമുദായത്തിന്റെ ശത്രുക്കളാണ്. ബഹുമാനപ്പെട്ട പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മൂസാ ഹാജി സമുദായത്തിന്റെ ശത്രുവായി സ്വയം മാറരുത്. ക്ഷേത്ര നിർമ്മാണം തടയാൻ ഏത് ശക്തി ഒരുമ്പിട്ടാലും അവസാന തുള്ളി രക്തം ശരീരത്തിൽ അവശേഷിക്കും വരെ ഞങ്ങൾ പോരാടുമെന്ന് സകല തരാതരങ്ങൾ ഈശ്വരനും സാക്ഷിയായി ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം 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 സത്യം. എന്തിനായി നിങ്ങളെ സ്നേഹാർദ്രഭൂമിയെ ഭ്രാന്താലയമാക്കി മാറ്റി? എന്തിനായി
സ്നേഹാർദ്രഭൂമിയെ ഭ്രാന്താലയമാക്കി മാറ്റി. നന്മയുടെ മുറ്റങ്ങൾ രണ്ടായി പിളർത്തുന്ന വന്മതിൽ തീർക്കുന്നതാർക്കു വേണ്ടി? നന്മയുടെ മുറ്റങ്ങൾ രണ്ടായി പിളർത്തുന്ന വന്മതിൽ തീർക്കുന്നതാർക്കു വേണ്ടി? ഇന്നലെ ചെയ്തോരബദ്ധങ്ങളാൽ ഇന്നു കുരുതിക്കളം തീർപ്പതാർക്കു വേണ്ടി? ഇന്നലെ ചെയ്തോരബദ്ധങ്ങളാൽ ഇന്നു കുരുതിക്കളം തീർപ്പതാർക്കു വേണ്ടി? പിഞ്ചിളം മക്കളുടെ മനസ്സുകൾ വിദ്വേഷ വിഷപാത്രമാക്കുന്നതാർക്കു വേണ്ടി? പിഞ്ചിളം മക്കളുടെ മനസ്സുകൾ വിദ്വേഷ വിഷപാത്രമാക്കുന്നതാർക്കു വേണ്ടി? മതവർണ്ണ വൈരങ്ങൾ വജ്രായുധം നീട്ടിയുറയുന്ന താളമിന്നാർക്കു വേണ്ടി? കാത്തിരിപ്പൂ കാത്തിരിപ്പൂ ഞങ്ങൾ ആത്മാവിലൂറുന്ന ശാന്തി മന്ത്രത്തിനു വേണ്ടി. കാത്തിരിപ്പൂ ഞങ്ങൾ ആത്മാവിലൂറുന്ന ശാന്തി മന്ത്രത്തിനു വേണ്ടി. നോറ്റിരിപ്പൂ ഞങ്ങൾ ആദ്യങ്ങൾ മാറ്റുന്ന പുതുപൊൻപുലരിക്കു വേണ്ടി. പുതുപൊൻപുലരിക്കു വേണ്ടി. നീ എത്തിയോ ഗംഗേട്ടാ? ഉണ്ണി വന്നു. ഞങ്ങളെല്ലാരും നിന്റെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. എന്ത് ചെയ്യാനാ ഉണ്ണി, നിന്റെ രണ്ടളിയന്മാർക്കും ക്ഷേത്ര കമ്മിറ്റി യോഗം. അതുകൊണ്ട് എയർപോർട്ടിൽ എത്താതിരുന്നത്. ദേ അവരിറങ്ങാൻ തുടങ്ങിയിരുന്നു. അത് സാറില്ല. അല്ല, എന്താ ഇവിടെ ഒരു മതിൽക്കെട്ട്? അത് പിന്നെ അതൊക്കെ പിന്നെ പറയാം. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ മൂത്താളിയൻ കെങ്ങേട്ടൻ. ഇത് ശിവേട്ടൻ. ഹലോ. അളിയന്മാരെ കാല് കഴുകി പന്തലിലേക്ക് ആനയിക്കേണ്ട ആളായിരുന്നു ഉണ്ണി. ലീവ് കിട്ടിയില്ല, വരാൻ ബുദ്ധിമുട്ടാണെന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. ആ ശിവൻകുട്ടി ഇങ്ങനെ വർത്താനം പറഞ്ഞെന്ന് ക്ഷേത്ര കമ്മിറ്റി മുടങ്ങും. നമ്മൾ ചെന്നില്ല, ഒന്നും നടക്കില്ല. ഓ, ഞാനതങ്ങ് മറന്നു. ഉണ്ണി തിരക്കുണ്ട്, വൈകിട്ട് കാണാം. വാ. ശരി. ഉണ്ണി, എനിക്കൊന്നും മനസ്സിലാവണില്ല ചേച്ചി. എയർപോർട്ടിൽ ഉമ്മർക്കേം കണ്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ വാ. ഞാനൊന്ന് വാപ്പയെ കണ്ടിട്ട് വരാം. വാപ്പാ. ആരാ ഇത്? എന്റെ കുട്ടിയോ? എന്താ മോനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതിശയമായിരിക്കുന്നു. പറയും, ആരാ വന്നിരിക്കുന്നത് നോക്ക്. അല്ല ഉണ്ണി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉമ്മ, ആരത്? ഞാനൊരു കത്തിട്ടിട്ട് വന്നിരുന്നേ. ഞങ്ങൾ എയർപോർട്ടിൽ കാത്തു നിന്നേനല്ലോ. അല്ല, ഞാൻ ഉമ്മർക്കാക്ക് എഴുതിയിരുന്നു. ഓ, പറഞ്ഞില്ല അവൻ. ആ, ഏതായാലും മോർണിംഗ് വന്നല്ലോ. സന്തോഷമായെന്ന് പറഞ്ഞാ പോരാ, അത്രയ്ക്ക് സന്തോഷമായി. നീ എന്താടി കുന്തം വിളിക്കുമ്പോൾ നിൽക്കുന്നേ? എന്റെ കുട്ടിക്ക് എന്തായാലും കുടിക്കാനെടുക്കടി. ഓ, ഒരു സ്നേഹം. ഞങ്ങൾക്കൊന്നും സ്നേഹം ഇല്ലാത്ത പോലെ. ഇപ്പൊ വരാം. വാപ്പ ഒരുപാട് ക്ഷീണിച്ചു. ഓ, അൽഹംദുലില്ലാ. ഓർക്കുമ്പോ അഭിമാനമുണ്ട് മോനെ. മീശ പോലും മുളയ്ക്കാത്ത പ്രായത്തിൽ കടല് കിടക്കുക. പിന്നെ 6 വർഷം രാപ്പകൽ അധ്വാനിക്കുന്നതിനിടയിൽ നിനക്കൊന്ന് ഉറങ്ങാൻ കൂടി ഇടകിട്ടിട്ടുണ്ടാവില്ല. എനിക്ക് ഊഹിക്കാം. ഏയ്, എന്നാലും 2 ചേച്ചിമാർക്ക് മംഗല്യഭാഗ്യം നൽകിയല്ലോ നീ. പുണ്യമാ. മരിച്ചുപോയ നിന്റെ അച്ഛനമ്മമാരുടെ പുണ്യമാ നീ.
എന്നാലും ജീവിച്ചിരിക്കുന്ന വാപ്പയുടെ ഉമ്മയുടെയും കാരുണ്യാണെന്ന് വാപ്പ സമ്മതിക്കില്ല. ഏയ് ഉണ്ണി, അങ്ങനെയൊന്നും കരുതണ്ട. എല്ലാം പടച്ചോന്റെ അനുഗ്രഹം അത്രേ ഉള്ളൂ. ഗൾഫുകാരന് ഞങ്ങളുടെ ജ്യൂസൊക്കെ പിടിക്കുവോ? ഉമ്മ ശരി, എങ്കിലും ഉമ്മ തമാശ തിരിച്ചെടുത്തു. ഉം. ആ വാപ്പ, ഉമ്മർക്ക് എയർപോർട്ടിൽ ഉണ്ടാവുന്ന കരുതേ. എവിടെ കാണും? കടയിലുണ്ടാവോ? കട അതൊക്കെ കളഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പൊ പള്ളി കമ്മിറ്റി കൊണ്ട് നടക്കുക. ആഹാ, ഇക്ക വിശ്വാസിയായോ? അപ്പൊ എന്നെ പോലെ അല്ല, നന്നാവാൻ തീരുമാനിച്ചു നടത്താം. അതെന്തോ അള്ളാഹുവിനെ അറിയൂ. അല്ല, ആമിയെ കണ്ടില്ലല്ലോ. ആമി, മോളെ ആമി, ഇതാരാ വന്നേന്ന് നോക്ക്. അവള് കോളേജിൽ പോകാൻ വേഷം മാറാൻ തോന്നുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഉമ്മ. ഇക്കയെ കണ്ടിട്ടുള്ള കുളി ഉറക്കൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളതല്ലേ. വരട്ടെ വാപ്പ. ഉം. ഒരു മാറ്റവും ഇല്ല അവന്. ആ. പതുക്കെ. ആഹാ, പെട്ടിയൊക്കെ തുറന്നോ? ഉണ്ണി വരാൻ താമസിക്കുന്നു കരുതി. കുഴപ്പമില്ലല്ലോ ഉണ്ണി. എന്ത് കുഴപ്പം? ഒക്കെ നിങ്ങൾക്കുള്ളതല്ലേ. അല്ല, വന്ന് കയറും മുമ്പേ നാട് കണ്ടാൻ തുടങ്ങിയോ? എവിടെയായിരുന്നു പാല് മുഴുവൻ? ഉമ്മർക്കേ തേടി നടക്കായിരുന്നു, കണ്ടില്ല. പള്ളി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കാണത്രേ. 6 വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ. അതിങ്ങോട്ടെന്നെ ഇത് നിങ്ങൾക്കുള്ളതല്ല, പാപ്പയോടേക്കുള്ളതാ. അല്ല, ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ചിലപ്പോ ഉമ്മർക്ക് വന്നാണ്. ഉണ്ണി രാത്രിയില് ഞാനിപ്പോ വരാം. ഇവര് പോകട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പരമാവധി ആളുകളെ അന്യനാടുകളിൽ നമ്മുടെ യൂണിറ്റ് നിന്ന് സംഘടിപ്പിക്കണം. ഒരു രഹസ്യം ചോരരുത്. അവർക്ക് കാര്യം മനസ്സിലാകും മുമ്പ് നമ്മളെല്ലാം പൂർത്തിയാക്കിയിരിക്കണം. ആ കൊടി തന്നെ ദാ, നിങ്ങൾ കുറച്ച് ഒരു ബാക്കിലേക്ക്. ആ, ഹരി, ബാക്ക്. ഓ ശരി. ഇതെന്താ അളിയും മഞ്ഞുള്ളുവാ? ഇതെന്താ കയ്യില്? എങ്ങോട്ടേലും പോവാണോ? ഇത് കുറച്ച് സാധനങ്ങളാ അപ്പുറത്ത് കൊടുക്കാൻ. അത് ശരി. കൂടുതൽ പരിചയപ്പെടും മുമ്പ് ഉപദേശിക്കാനും ധരിക്കരുത്. ഒരു സത്യം പറയാം, ചേരേണ്ട ചോര തമ്മിലെ ചേരൂ, അല്ലാത്ത ചോരയെ തേടി പോകരുത്. അത് ചതിക്കും. ചതിക്കുന്ന അറിയുന്ന ചോരയ്ക്ക് നമ്മൾ ആരെങ്കിലും പാല് കൊടുക്കോ ഉണ്ണി? അതുകൊണ്ട് ഇതെല്ലാം സമ്മാനിക്കുന്ന ആലോചിച്ച് വേണം, അതും പലവട്ടം. വാ. ഉമ്മ, എന്താ മോനെ ഈ രാത്രിയില്? ഉമ്മർക്ക് വന്നമ്മ. അതിന് പാതിര കഴിഞ്ഞില്ലല്ലോ മോനെ. ചിലപ്പോ കോഴി കൂവിയാലും വരലുണ്ടാവില്ല. എല്ലാവർക്കും കൂടി ഉള്ളതാ. എന്തിനാ മോനെ ഇതൊക്കെ? ദാ, ഇത് ഉമ്മർക്കാക്ക്. മറയും. ആ, ബാപ്പ വന്നൂന്ന് തോന്നുന്നു. ആ, ഉണ്ണിയോ? ദേ മോൻ കൊണ്ടുവന്നതാ. എന്താ ഇത്? ഇത് കുറച്ച് ഇതൊക്കെ രാത്രി ഒളിച്ചും പാത്തും തരേണ്ടി വരുന്നു അല്ലേ മോനെ? സാരമില്ല, എന്നാലും നീ കൊണ്ടുവന്നല്ലോ. ഇരിക്കെ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട പാപ്പ, അവിടെ എല്ലാരും കാത്തിരിക്ക. ഓ, ആയിക്കോട്ടെ. ബാലേട്ടാ. ആരാ ഉള്ളുക? വാ വാ, എത്ര നാളായി കണ്ടിട്ട്. എപ്പാത്തി? ഇന്നലെ. നീ അപ്പൊ ഈ വഴിയൊന്നും മറന്നിട്ടില്ലല്ലേ? അതെങ്ങനെ മറക്കാൻ പറ്റും ബാലേട്ടാ? പണ്ട് ഓസിന് കുറെ തട്ടിയിട്ടുള്ളതല്ലേ. എന്നാ ഓസിന് നാരങ്ങാവെള്ളം ആവാം. അയ്യോ വേണ്ട, എത്ര ദിവസം ലീവ് ഉണ്ട്? കുറച്ചാളുണ്ട്. ശരി. അല്ല, ബൈക്കും വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ ഒരു ബ്ലേഡ് തുടങ്ങാനാണോ പരിപാടി? ഏയ്, ഇത് തൽക്കാല ആവശ്യത്തിന് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ്. അത് ശരി. കാര്യം തീരുമാനിച്ചിട്ടില്ല.
മൈനവ ടീച്ചർക്ക് ഇപ്പോഴും ഒരു കുപ്പി മഷി സ്വന്തമായിട്ട് വാങ്ങാനുള്ള ശമ്പളം തികയുന്നില്ല അല്ലേ പറട്ടാ? നിനക്കും തുടങ്ങിയോടാ കണ്ണുപിടി. ഏയ് അതൊന്നുമല്ല, 10-24 കൊല്ലമായിട്ടും ഈ അനുരാഗ നദിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തു പോയതാ. കടകളൊക്കെ ഇറക്കുന്നു എല്ലാരും. ഈ മാസത്തിൽ ഇത് 7ാമത്തെ ബന്ധാണല്ലോ. ഇന്നും ബന്ധമുണ്ടോ? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അമ്പലക്കാരും പള്ളിക്കാരും തമ്മിൽ അടി വെച്ചെന്നോ കുത്തായെന്നോ ആർക്കറിയാം. സർവത്തെ കുഴപ്പാ. ക്ഷേത്രപ്പണി തുടങ്ങാൻ രഹസ്യമായിട്ട് കല്ലുകൊണ്ടിയെന്നവരെ പള്ളി കമ്മിറ്റിക്കാർ തടഞ്ഞു. പിന്നെ അടി കുത്ത ചവിട്ട്. നിന്റെ അളിയന്മാർ രണ്ടും ആശുപത്രിയില്ല. ചെല്ലേ. പേടിക്കാനൊന്നുമില്ല ഉണ്ണി, ഇത് നിസാരം. വേണമെങ്കിൽ വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യാമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ രഹസ്യമായി ക്ഷേത്രത്തിന് കല്ലിടാൻ ശ്രമിച്ചു. പള്ളി കമ്മിറ്റിക്കാർ അതെങ്ങനെ അറിഞ്ഞെന്നാ മനസ്സിലാവാത്തത്. ഒരുപക്ഷെ ശത്രുക്കൾ അയൽപ്പക്കത്ത് തന്നെ വാഴുന്നുകൊണ്ടാവാം. എന്തായാലും 1-ന് 10 തിരിച്ചടിക്കുന്നുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ബലം നമുക്കൊന്ന് അറിയിക്കണ്ടേ? പള്ളിക്കും അമ്പലത്തിനും ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും വേണ്ടിയുള്ള പടവിട്ട് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവണത് എന്റെ 2 പെങ്ങന്മാരുടെ പിള്ളേരെ കണ്ണീരാ. അതിനുണ്ണി വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവരാണ് ഞങ്ങൾ ആദ്യം തല്ലിയത്. ഇതെന്ത് പറ്റിയതാ? പോയാമോ? ചോദിക്കണം. ചോദിച്ചത് മറ്റേ പിന്നെ ഉമ്മർക്ക ഉണ്ണിയോ വന്നു പറഞ്ഞു കേട്ടിരുന്നു. എങ്ങനെയുണ്ട്? സുഖം തന്നെ. എന്നാലും 6 വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങനൊരു കൂടിക്കാഴ്ചയല്ല പ്രതീക്ഷിച്ചത്. എന്ത് ചെയ്യാനാ ഉണ്ണി? ഉണ്ണിയുടെ അളിയന്മാരുടെ ഓരോരോ നിർബന്ധങ്ങൾ. കുറച്ചു നേരം കൂടെ തല്ലിയിരുന്നെങ്കിൽ ഇങ്ങനെയും കാണാൻ പറ്റില്ലായിരുന്നു. ഇക്ക ഞാൻ ഇതിന്റെ സിംറ്റം എന്താണെന്നറിയോ? നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ ഉണ്ണിയെ പറഞ്ഞു വിട്ടിരിക്കാമാര്. പോയാമോ? അല്ല പിന്നെ. അംസേ, പോയാമോ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനിതൊന്നും. ഉണ്ണി ഇപ്പൊ ഒന്നും പറയണമെന്നില്ല. നിങ്ങളുടെ അഭിനയം കാണാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങളുടെ ചോരയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ദയവായി ഉണ്ണി ഇപ്പൊ അവിടുന്ന് പോണം. ഹംസ പറഞ്ഞതുപോലെ ദയവായി ഉണ്ണിപ്പറ്റുള്ളൂ. കുശലം പറച്ചിലിനും ക്ഷേമാന്വേഷണത്തിനും പിന്നീട് ഒരിക്കൽ ഞാൻ മറുപടി പറഞ്ഞോളാം. ഇപ്പൊ ഇവര് പറയുന്നതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ആമിന, ആമിന, ആമി. എനിക്ക് ലേശം തിരക്കുണ്ട്. കുട്ടികളെ എന്തായാലും നമ്മുടെ സമുദായത്തിലുള്ള ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാക്കാം. ഉണ്ണി പറഞ്ഞതുപോലെ അവരിവിടുത്തെ കുഴപ്പങ്ങൾ കണ്ട് വിഷമിക്കണ്ട. ഒരു ഉണ്ണി. അവന്റെ കാര്യം മാത്രം അവിടെ പറയണ്ട. നമ്മളെ കാണാൻ ആശുപത്രി വന്നിട്ട് അവൻ എവിടേക്ക് പോയെന്നറിയില്ലേ? വന്നല്ലോ പൊന്നാര അളിയൻ. നിനക്ക് ആശുപത്രി വന്ന് പ്രഖ്യാപിച്ചല്ലോ പെങ്ങന്മാരോടും കുട്ടികളോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ ആഴം കൊണ്ടാവും ഞങ്ങളെ തല്ലിച്ചതച്ചവരെ പിന്നെ അളിയൻ ചെന്ന് പ്രോത്സാഹിപ്പിച്ചത്. ശിവേട്ട, ഞാൻ വേണ്ട, ഞങ്ങളുടെ അരികിൽ 5 മിനിറ്റ് പോലും ഇരിക്കാൻ മനസ്സില്ലാത്ത അളിയൻ ഒരു പരിക്കും പറ്റാത്ത ശത്രുപക്ഷ നായകന്റെ കിടക്കക്കരിയിൽ മണിക്കൂറുകളോളം. നീ എന്താ ഹിന്ദുവായിട്ടല്ലേ ജനിച്ചത്? അതോ എന്നും മുസ്ലിങ്ങൾ എച്ചിരുന്നില്ലേ നിനക്ക് ഉറക്കം വരാന്നുണ്ടോ? പോത്തിന്റെ ചെവിട്ടില് വേദം ഓതിട്ട് ഒരു കാര്യമില്ല. എങ്ങട്ടാ വാ, നമുക്ക് പോവാ. അവര് പറഞ്ഞത് മുഴുവൻ ഒരക്ഷരം മിണ്ടാതെ കേട്ടത് മനസ്സിൽ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. മറുപടി പറയേണ്ടത് ഞാൻ മാത്രമല്ലല്ലോ,
വെല്ലേച്ചിക്ക് ഓർമ്മ കാണും. ഒരിക്കൽ ഈ വീട് ലോകം മുഴുവൻ കേൾക്കും നിലവിളിച്ചിരുന്നു. വിശന്നിട്ട് പ്രായം തികഞ്ഞ 2 പെങ്ങന്മാരും അവരുടെ കുഞ്ഞനിയനും അവരുടെ വിശക്കുന്ന വയറിന് മുമ്പിൽ കഞ്ഞി വിളമ്പിയ കൈകളുടെ ജാതിയും മതവും അന്നാരും അന്വേഷിച്ചില്ല. പിന്നീട് ആ കുഞ്ഞനിയെ നിലവിളിച്ചു. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും വീട്ടിൽ നിൽക്കുന്ന ചേച്ചിമാരുടെ കണ്ണീര് കണ്ട് അന്ന് ഗൾഫിലേക്കുള്ള വിസയുമായി വീണ്ടും ആ കൈകളെത്തി. ആരും അന്വേഷിച്ചില്ല ആ കൈകളുടെ ജാതി മതവും. ഇന്നിപ്പോ ആ പെങ്ങന്മാർക്കും അനിയനും നിലവിളിക്കാൻ മാത്രം വിശപ്പില്ല, വേദനകളില്ല. ഇനി വേണ്ടത് അന്ന് വിശപ്പും വേദനകളും മാറ്റിയ വാപ്പയുടെ ഉമ്മയുടെ കൈകൾ അന്യ മതക്കാരുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പണം, അല്ലേ? രാവും പകലും എല്ല് വെള്ളമാക്കി ഗൾഫിൽ ജോലി ചെയ്തിട്ടും ആ അനിയന് പെങ്ങന്മാരെ കെട്ടിക്കാനായില്ല. കാരണം കല്യാണത്തിന് അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ അവർക്കാരും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നും ആ കൈകൾ സഹായത്തിനെത്തി. ആരും അന്വേഷിച്ചില്ല കൈകളുടെ ജാതി മതവും. ഉണ്ണി ഞങ്ങളല്ലല്ലോ, ഞങ്ങളുടെ ഭർത്താക്കന്മാരല്ലേ ഓരോന്ന്. പരാതിയും പരിഭവമൊന്നും ഇല്ല ഉണ്ണിക്ക്. പക്ഷെ ഭർത്താക്കന്മാരുടെ വഴിക്ക് നടക്കാൻ എന്നെ നിർബന്ധിക്കരുത്. കാരണം വന്ന വഴി മറക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, യുക്തിവാദി സംഘത്തിന്റെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വം വഹിക്കുന്ന ചിലരെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന്റെ പേരിൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എ ഷാഹിനെയും ജനറൽ സെക്രട്ടറി പി കെ കവിതയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന ഈ സമരം 12ാം ദിവസം പിന്നിട്ടിരിക്കുകയാണല്ലോ. കൂട്ടുകാരെ, കോളേജ് മാനേജ്മെന്റിന്റെ പിടിവാശിക്ക് മുന്നിൽ നാം തോറ്റുകൊടുക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അസ്തിത്വമാണ് നാം അടിയറ വെക്കുന്നത്. അതുണ്ടാവരുത്. പ്രിയ സുഹൃത്തുക്കളെ, ലക്ഷ്യം കാണുന്നതുവരെ നമ്മൾ സമരം തുടരുക തന്നെ ചെയ്യും. ഒരു കോളം ഈ മഹത്തായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ കോളേജിലെ പുരോഗമന വിദ്യാർത്ഥി വേദി ജനറൽ സെക്രട്ടറി എം ആമിന സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, അന്ധകാരത്തിന്റെ ആഴങ്ങളിലാണ് ഈ കോളേജ് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ജീവിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പുരോഗമന ചിന്തകൾ സൂക്ഷിക്കുന്ന അറിയപ്പെടുന്ന ചില പൊതുപ്രവർത്തകരെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് ഈ കോളേജിലെ യൂണിയൻ ചെയർപേഴ്സണെയും ജനറൽ സെക്രട്ടറിയെയും മാനേജ്മെന്റ് പുറത്താക്കുമായിരുന്നില്ല. ഈ നടപടികൊണ്ട് കഴിഞ്ഞ 12 ദിവസമായി ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നടത്തിവരുന്ന ഈ സമരം തന്നെ അതിന്റെ തെളിവാണ്. മറ്റൊന്നുകൂടി ഞാൻ മാനേജ്മെന്റിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ വികാരം മാനിച്ചും അവരെ പ്രതിനിധീകരിച്ചുമാണ് ചെയർപേഴ്സണും ജനറൽ സെക്രട്ടറിയും പുരോഗമന ചിന്തകരെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. അതിന് പുറത്താക്കേണ്ടത് അവര് രണ്ടുപേരെ മാത്രമല്ല. കോളേജ് മാനേജ്മെന്റിന് നട്ടെല്ലുണ്ടെങ്കിൽ ഇപ്പോഴും അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്താക്കാൻ തയ്യാറാവണം. അതിന് ചുണ കാണിക്കണം. ഉമ്മർക്കെന്ന് തനിച്ച് കാണാൻ ഞാൻ എത്ര ദിവസമായി ശ്രമിക്കണോ? ഉമ്മർക്കാണെങ്കിൽ എനിക്ക് പിടി തരുന്നില്ല. അവഗണിക്കാണ് നടന്നിട്ടും പിന്നാലെ വരുന്നത്. 6 വർഷമായി എനിക്ക് കിട്ടാതിരുന്ന ഉമ്മർക്കിടയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും വിശേഷവും പങ്കുവെക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. പണ്ട് ഈ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ഫൗൾ ചെയ്താൽ എനിക്കത് തിരിച്ചു ചെയ്യേണ്ടി വരാറില്ല. എനിക്ക് വേണ്ടി ഉമ്മർക്ക് തന്നെ നേരിട്ട് തീർത്തിരിക്കും. പക്ഷേ ആ ഉമ്മർക്ക് തന്നെയാണ് ഹോസ്പിറ്റലിൽ വന്നപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ചെന്നെ അങ്ങനൊന്നും സംഭവിച്ചില്ലെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കാണ് ഞാൻ. പകരം തമ്മിൽ കാണുമ്പോഴൊക്കെ നേരിയൊരു പരിചയഭാവം, അത്ര മതി എനിക്ക്. ഉണ്ണി, നിന്റെ സെന്റിമെന്റ്സ് മനസ്സിലാക്കുന്ന പഴയ ഉമ്മർക്ക് അയാളെന്നില്ല. അയാളെന്നോ മരിച്ചുപോയി. സർപ്പക്കാവിലെ ആൽച്ചുവട്ടിൽ ഒന്നിരുന്നപ്പോ നമ്മുടെ വീടുകൾക്കിടയിൽ മതിൽ വരരുതെന്ന് വാശി പിടിച്ചപ്പോ നിന്റെ അളിയന്മാരും ആളുകളും ചേർന്ന് ആ പഴയ ഉമ്മരക്കെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഉമ്മർക്ക, അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. കാര്യമില്ല ഉണ്ണി, ഞാൻ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി എനിക്ക് തിരിച്ചു വരവില്ല, തിരിച്ചു വരാൻ ആഗ്രഹമില്ല. ഉണ്ണി മാറ്, ഉമ്മർക്ക മാറ്. ഇക്കഞ്ഞ 12 ദിവസം കഴിഞ്ഞെങ്കിലും സമരത്തിന് ഉറച്ച പിന്തുണയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇനിയിപ്പോ മാനേജ്മെന്റ് വഴങ്ങാതിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ
നിങ്ങൾ പൊയ്ക്കോ. ഉണ്ണിയേട്ട ഉണ്ണിയേട്ടൻ ഇവിടെ എന്താ പിണക്ക? ആ എങ്കി ആമിനെ കിടന്ന് ഉണ്ണിയേട്ടൻ പോകുന്നൊന്ന് കാണണമല്ലോ. ആമിനെ മാറ്, എനിക്കല്പം തിരക്കുണ്ട്. ഓ ഇപ്പൊ മനസ്സിലായി. ആശുപത്രിയിൽ വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടാണല്ലേ. മാത്രമല്ല അങ്ങനെ ഒരാൾ കോളേജിൽ വിപ്ലവവും പുരോഗമനവും ഒക്കെ പ്രസംഗിക്കുന്നതിലുള്ള പുച്ഛവും കാണും. ഞാൻ കണ്ടു. പ്രസംഗം മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ മടങ്ങുമ്പോ കണ്ണിൽ വിരിഞ്ഞ നിന്നയും പരിഹാസവും ഒക്കെ. പരിഹസിക്കാൻ ഞാനാരാ? ആമിനെ ഇപ്പോ വലിയ ആളായി പോയില്ലേ? അതെ ഉണ്ണിയേട്ടാ, നമ്മളിപ്പോ വലുതായിപ്പോയി. നമ്മളിപ്പോ കുട്ടികളല്ലാതായിപ്പോയി. അതുകൊണ്ട് ആശുപത്രിയിൽ വെച്ച് ഇല്ലാത്ത തിരക്കെനിക്ക് നടിക്കേണ്ടി വന്നത്. പിന്നെ ഉണ്ണിയേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നമ്മുടെ വീടുകൾക്കിടയിലുണ്ടായ മതിൽ എന്റെ മനസ്സിലില്ല. ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്കിൾ ഞങ്ങൾ ഇന്ന് ബോർഡിങ്ങിൽ ചേരാൻ പോവുകയാ. നന്നായി മക്കളെ, പൊയ്ക്കോ. നിങ്ങൾക്ക് ബോർഡിങ്ങാ നല്ലത്. ഇവിടത്തേക്കാൾ നല്ല ശുദ്ധവായു അവിടെ കിട്ടും. അങ്ങോട്ട് വരാം. കളക്ടർ ഒരു സമാധാന യോഗം വിളിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടാക്കിയിട്ട് വേണം അവിടെ വരെ ഒന്ന് പോകാൻ. ശിവനും നമ്മുടെ ആൾക്കാരോടെ കാത്തിരിക്കും. എന്നിട്ട് വേണം ഒരു കളി കളിക്കാൻ. വാ മക്കളെ. സൂക്ഷിച്ചു. രാജു വണ്ടിയിട്. These are the points we are going to discuss. മൂസാജി വന്നിട്ട് തുടങ്ങിയാ മതി. ആർക്കും വേണ്ടി കാത്തിരിക്കാൻ ആരോടെ സംസാരിക്കാൻ പെട്ടെന്ന് വേണം. നിൽക്കുന്നു. ഒരാൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, അത് നടക്കുന്ന കാര്യമില്ല. നമുക്ക് ചർച്ച ആരംഭിക്കാം. സത്യത്തിൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഓ പിന്നെ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവരിപ്പോ പള്ളിക്കടുത്ത് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന സർപ്പക്കാവ് പുതുക്കി ക്ഷേത്രമാക്കാൻ തീരുമാനിച്ചു സാർ. അവിടെ അങ്ങനെ ഒരു ക്ഷേത്രം വേണ്ട, അതാണ് ഞങ്ങൾ പറയുന്നത്. ക്ഷേത്രം വേണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് നീയും നിന്റെ വർഗമല്ല, ഞങ്ങളാ. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം തീർക്കേണ്ടത് ഞങ്ങളുടെ പള്ളിയുടെ നെഞ്ചത്തല്ല. വേണമെങ്കിൽ ക്ഷേത്രം പണിതോ, പള്ളിപ്പറമ്പിൽ നിന്ന് 100 അടി മാറി. അല്ലാതെ വല്ലതും പണിയാൻ വന്ന ഞങ്ങളുടെ രക്തത്തിൽ ചവിട്ടാതെ അതിനനുവദിക്കൊന്നും ഒരുത്തനും കരുതണ്ട. പ്ലീസ് ലിസൺ. ഇതിപ്പോ സമാധാന യോഗത്തിന് വന്ന് നിങ്ങൾ എല്ലാവരും നിലമറന്ന് സംസാരിക്കുകയാണ്. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയുള്ളൂ. അതുകൊണ്ട് ദയവായി ഒരു ഒത്തുതീർപ്പിന്റെ വഴിയിലേക്ക് വരാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മൾ ഈ ഭാഷയിലാണ് ചർച്ച തുടരുന്നതെങ്കിൽ അതെങ്ങുമെത്തില്ല. മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഉള്ളിൽ കൂടുതൽ വിദ്വേഷത്തിന്റെ വിത്ത് മുളയ്ക്കുകയും ചെയ്യും. ഇതൊഴിവാക്കാൻ ഞാൻ ആലോചിച്ചിട്ടൊരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. നിങ്ങളിൽ ചിലരുടെ ദുർവാശിയും അവിവേകം കൊണ്ടാണ് ഒരിക്കലും ഈ നാട് കത്തിയതെന്ന് വരും തലമുറയെ കൊണ്ട് പറയിക്കാൻ ഇടയാക്കരുത്. അതുകൊണ്ട് ജനപ്രതിനിധികളും കളക്ടറും SP-യും RDO-യും മത നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഈ പ്രശ്നം പഠിക്കട്ടെ. യുക്തമായ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാം. പക്ഷേ ആ ഒത്തുതീർപ്പ് എന്തായിരുന്നാലും ശരി, ഇരുപക്ഷവും അംഗീകരിക്കണം. വളരെ പോസിറ്റീവ് ഒരു സജഷനാണ്. ഒത്തുതീർപ്പ് എന്തായാലും അത് പള്ളിക്കടുത്ത് ക്ഷേത്ര നിർമ്മാണം അനുവദിച്ചുകൊണ്ടാവരുത്. പിന്നെ ആ ഒത്തുതീർപ്പ് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ക്ഷേത്ര നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മതി ചർച്ച. ഒത്തുതീർപ്പോ കരാറോ എന്തു വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞതുപോലെ ക്ഷേത്ര നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ളതായിരിക്കണം. വള നിങ്ങളൊക്കെ കൂടിയിട്ടേ ഇവിടെ ഇരുന്നിട്ട് ഒരു അമ്പലം പണി കേട്ടോ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ നമുക്ക്? അവരിയ്ക്കുന്നില്ല, പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് എന്താ കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുന്നേ? പിന്നെ ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല. ഈ നാട്ടിലെ ഭൂരിപക്ഷം ഞങ്ങളാ, മനസ്സിലായോ? വരില്ല, എണീറ്റ് വേണം.
എന്താ വല്യേച്ചി ഉണ്ണിയേട്ടനെ അളിയന്മാരുടെ പാർട്ടി ചേർത്തോ? കണ്ട അവളുടെ തമാശ. അതിനിടയിൽ മുനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് താനും. നിന്റെ ഈ കളിയാക്കലൊക്കെ ഞങ്ങൾ ഉണ്ണിയുടെ അളിയന്മാരുടെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നോട്ടെ വല്യേച്ചി. പോടി അവിടുന്ന്. ഭക്തിപ്രസ്ഥാനമൊക്കെ കൊള്ളാം. മൂത്ത എന്റെ ഇക്കയെ പോലെ വട്ടായി പോവാതിരുന്നാ മതി. ഏയ് ഇത് ആ സ്റ്റേജ് വരെ ഒന്നും എത്തില്ല. നാളെ അച്ഛന്റെ അമ്മയുടെ ആണ്ടാ, അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ആണ്ട് പ്രമാണിച്ച് നാളെ വീട്ടിൽ ചില്ലറ കർമ്മങ്ങളൊക്കെ ഉണ്ട്. അളിയന്മാരും ചേച്ചിമാരും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഞാനായിട്ട് തുടക്കം. അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടാതിരിക്കണ്ട. ചടങ്ങിന് ഞാൻ ബാപ്പിയമ്മ ക്ഷണിച്ചിട്ടുണ്ട്. ആമനോടി വരണം. നാളെ ഇല്ലേ? ഞാൻ വരാം. ഉറപ്പല്ലേ? ഉറപ്പ്. ഉണ്ണി, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വേഗം പോന്നോളൂ. നീ ഏത് നേതാവിന്റെ പെങ്ങളോടാ സംസാരിക്കുന്നറിയാലോ. ആ, ഇതെന്റെ ഉരുളയ്ക്കുള്ള ഉപ്പേരിയാണ്. ഉണ്ണിയേട്ടൻ പൊക്കോളൂ. വല്യേച്ചിക്ക് ഞാൻ സൗകര്യം പോലെ കൊടുത്തോളാം. പവിത്രം എടുത്ത് വലതയിലണിഞ്ഞ് മരിച്ച ആത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ച് 3 പ്രാവശ്യം നീര് കൊടുക്കുക. എള്ളുകൊണ്ട് നീര് കൊടുക്കുക. പൂവുകൊണ്ട് നീര് കൊടുക്കുക. ചന്ദനം കൊണ്ട് നീര് കൊടുക്കുക. ബാപ്പിയിരിക്കെ പിതാവിനെയും മാതാവിനെയും തേജോമൂർത്തിയായി മനസ്സിൽ ധ്യാനിച്ച് ഓ ഏ സ്വാധ നമ പിണ്ടത്തിൽ 3 പ്രാവശ്യം നീര് കൊടുക്കുക. ഹൈന്ദവാചാരപ്രകാരമുള്ള ഇത്തരം പുണ്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് അവർക്കെന്താ കാര്യം? നീ പറഞ്ഞു വിടുന്നോ അതോ ഞങ്ങൾ തന്നെ പറയണോ? ശ്രീദേവി, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണ നിശ്ചയത്തിന് പാലുണ്ട്. ഇവളുടെ ഒരു ആകന്ന ബന്ധുവിന്റെ അല്ലേ? അതെ. ഞങ്ങൾ ഇറങ്ങാ, ചടങ്ങുകളൊക്കെ നടക്കട്ടെ. വാ. പാപ്പാ, തെറ്റെന്റേതാ. ഞാൻ എന്റെ വീട് എന്തെന്നറിയാതെ നിങ്ങൾ ക്ഷണിച്ചു, അപമാനിച്ചു. പൊറുക്ക് പാപ്പമ്മയോട് പൊറുക്ക്. ഏയ്, വിഷമിക്കാനൊന്നുമില്ല മോനെ. ഒന്നുമില്ലേലും നീ ഇപ്പൊ വന്ന് ഞങ്ങളെ രണ്ടുപേരെ ആശ്വസിപ്പിച്ചല്ലോ. നിന്റെ മനസ്സിന്റെ വലിപ്പം അത് മതി ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് തണുക്കാൻ. പൊക്കോളൂ കുട്ടി, പോയി കർമ്മങ്ങൾ പൂർത്തിയാക്ക. അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി നിനക്കത് ചെയ്യാൻ തോന്നിയല്ലോ, അത് മുടക്കണ്ട. ഞങ്ങളും പ്രാർത്ഥിക്കാം മോനും മോന്റെ അച്ഛനമ്മമാർക്കും വേണ്ടി. പൊക്കോളൂ. നിക്ക്. എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നറിയോ? അമ്പലത്തിലെ ദേവിയോട് എന്താണ് ഇത്ര പ്രാർത്ഥന? ഓ, ഉണ്ണേട്ടൻ പിണക്കല്ലേ? അച്ഛന്റെ അമ്മയുടെ ആണ്ടിൽ ഞാൻ പങ്കെടുത്തില്ല, എന്റെ വാക്കും പ്രവൃത്തി എന്നും രണ്ടാ, ഇതൊക്കെയല്ലേ കാര്യം? ഏയ്, ആണ്ടിലും കർമ്മങ്ങളിലും ആമിനെ പങ്കെടുക്കാത്തതിന് ഞാനെന്തിനാ പരാതിപ്പെടണേ? വാപ്പയും ഉമ്മയും വന്നിരുന്നു. ആമിനെയും ഉമ്മർക്കയും ആ പരിസരത്ത് പോലും വന്നില്ല. സാരില്ല, വരുന്നതും വരാത്തതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. ഉണ്ണിയേട്ടന് ഇത്ര ഭംഗിയായി മുള്ളു വെച്ച് സംസാരിക്കാൻ അറിയുമെന്ന് ഞാൻ കരുതിയില്ല. പോട്ടെ. പിന്നെ ഞാൻ വരാതിരുന്നത് വിശ്വസിക്കണമെന്നില്ല. എന്നാലും ഞാൻ എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം പറയാണ്. കോളേജിൽ നിന്നും പുറത്താക്കിയ ഞങ്ങളുടെ യൂണിയൻ ചെയർപേഴ്സണെയും ജനറൽ സെക്രട്ടറിയും ഒക്കെ തിരിച്ചെടുത്ത ദിവസമായിരുന്നെന്ന്. അതിന്റെ ആഘോഷം ഉണ്ടായിരുന്നു. സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതിന്റെ ഇടയിൽ ഉണ്ണിയേട്ടന്റെ അച്ഛന്റെ അമ്മയുടെ ആണ്ട് ഓർക്കാത്തതല്ല, പക്ഷെ ആഘോഷം വല്ലാതെ നീണ്ടുപോയി. അങ്ങനെ തിരക്കിന്റെ ഇടയില് സോറി ആമന. ആമിന് എപ്പോഴും എന്റെ കണക്കൂട്ടുകൾ തെറ്റിക്കുക. ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ വിപ്ലവമാണ് ആമയുടെ മനസ്സിൽ. ഓർക്കുമ്പോ ബഹുമാനം മാത്രമല്ല, അസൂയം തോന്നാറുണ്ട്. എന്നും ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ തനിച്ചു നിൽക്കാൻ ആമനിക്കാവട്ടെ. ഉണ്ണിയേട്ടാ,
ഉണ്ണേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യോ? അവനിക്ക് വേണ്ടിയല്ലേ എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. എന്താ? എങ്കി ആമീന ആമീന എന്നുള്ള ഈ വിളി ഒന്ന് നിർത്തുവോ? പിന്നെ പണ്ടത്തെ പോലെ ആമീനെ വിളിക്കോ? ഉണ്ണേട്ടൻ ആമീനാന്ന് വിളിക്കുമ്പോ നമുക്കിടയിൽ ഒരുപാട് അകലമുള്ളതുപോലെ തോന്നുന്നു. അന്ന് ആശുപത്രിയിൽ വെച്ച് ഉണ്ണേട്ടൻ പെട്ടെന്ന് ആമീന്ന് വിളിച്ചപ്പോ ഞാൻ പണ്ട് ഉണ്ണേട്ടന്റെ കൂടെ മുറ്റത്തും തൊടിയിലും കണ്ണാടിപ്പുഴയോരത്തും പാടത്തും ഒക്കെ പാറി നടന്നിരുന്ന എട്ടും പൊട്ടും തിരിയാത്ത ആ പഴയ ആമിയായി മാറി. ഒക്കെ വെറുതെ മോഹിക്കുക അല്ലേ ഉണ്ണേട്ട? കാരണം നമുക്കൊരിക്കലും ഇനി പഴയ ആ ആമിയും ഉണ്ണേട്ടനും ആവാൻ പറ്റില്ല. ആരെ പറഞ്ഞു പറ്റില്ലാന്ന്? ഉണ്ണേട്ടന്റെ മനസ്സില് നമ്മൾ എപ്പോഴും പഴയ കൂട്ടുകാരെന്നാ. അല്ലാ, സിംറ്റം സിംറ്റം അങ്ങോട്ട് നോക്കണോ? ഉമ്മറേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. ഉമ്മറേ, ഈ പണി നമ്മുടെ ഇസ്ലാമില് പറ്റൂല. ആ, ഒരു 2 എണ്ണം കൊടുക്കണം. ഉമ്മറേ, എന്താണ് ഇവിടെ? പിടിപൊടി. നിങ്ങളിപ്പോ പഴയ കുട്ടികളല്ല, തന്നെയുമല്ല ഒരു ചോരയല്ല. ഞങ്ങൾ ചങ്കി തൊട്ട് പറയാ, ഇനി ഇങ്ങനെ വല്ലതും കണ്ട വാക്കുകൊണ്ടായിരിക്കല്ലേ ഞാൻ സംസാരിക്കുക. പറ. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ സിംറ്റം വല്ലതും മനസ്സിലായ? ഇനി നീ കെട്ടിപ്പിടിക്കേ ഉമ്മ വെക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ ആ ഉമ്മറ് നിന്റെ തലയെടുത്തിട്ട് ഫുട്ബോൾ പോലെ തട്ടും എന്റെ മോനെ. ഇത് ഹർത്താല് ബന്ധാക്കോലോ. അല്ല, നിന്നെ ഇന്ന് എന്താണ് അപ്പുറത്തെ കാപ്പറി ഇറക്കുന്ന നീയായിട്ടുള്ള ബന്ധം? നടുറോട്ടി കിടന്ന് ശൃംഗരിച്ച് കുടുംബത്തിന് മാനങ്ങളെ അല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ് വിചാരം? ഇക്കയ്ക്ക് എന്നെ ചോദ്യം ചെയ്യാം, അതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ എന്നെ തല്ലരുത്. തല്ലുക? നീ എന്തു ചെയ്യടി? നിന്നെ ഒന്നും തല്ലുകയല്ല, കൊല്ലുക വേണ്ടത്. തട്ടമിട്ട് കോളേജിൽ പോകാൻ പറഞ്ഞാൽ കേക്കില്ല, ഒരു മതാചാരത്തിന് വഴങ്ങില്ല. കോളേജിൽ കഴിഞ്ഞ 2 ആഴ്ചയായി കൊടിപിടുത്തവും സമരവും. അതൊന്നും അറിയില്ലെന്ന് കരുതിയോ ഞാൻ? ഓഹോ, അപ്പൊ അതാണ് യഥാർത്ഥ കാര്യം. പക്ഷെ അതിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഇനി എന്ത് വന്നാലും ഞാൻ എന്റെ ഇഷ്ടത്തിനേ നടക്കൂ. കോളേജിൽ ഞാൻ എനിക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കൂ. ഒരു മതത്തിന് വഴങ്ങാൻ എനിക്ക് താല്പര്യമില്ല, വഴങ്ങുന്ന പ്രശ്നമില്ല. തൊട്ടുപോലെ തന്നെ മോളെ. വാപ്പയ്ക്കറിയില്ല ഇവള് കോളേജിൽ ഈ വീട്ടുമുറ്റത്ത് വെച്ച് കാണിക്കും തോന്നിവാസങ്ങള്. അവൾ ചെയ്യുന്നത് തോന്നിവാസമാണോ അല്ലോ തീരുമാനിക്കണം നീയല്ല. എന്റെ 2 മക്കൾക്കും അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കാനും ഇപ്പൊ അള്ളാഹുവിന്റെ പേരിൽ എന്ത് പേക്കൂത്ത് കാട്ടാനും നിനക്ക് കഴിയുമായിരുന്നോ? പക്ഷെ ഇത് മിണ്ടി പോകരുത്. പെണ്ണായി പിറന്നു കരുതി അവളുടെ വാക്കിനും ചിന്തയ്ക്കും വിലങ്ങിടാൻ എനിക്ക് പറ്റില്ല. നിന്നെ പോലും ഞാൻ അനുവദിക്കില്ല. ഇനി ഇപ്പൊ അവൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് അവൾക്ക് ബോധ്യം വരുമ്പോ സ്വയം തിരുത്തിക്കോട്ടെ. ആ, വാപ്പ പഠിച്ചോളും. മോൾ ആ കാപ്പന്റെ കൈയും പിടിച്ച് ഈ വീടിന്റെ പടി കയറി വരുമ്പോ. ഓ, ആ, ഒരുപാട് വേദനിച്ചു എന്റെ മോക്ക്. വേദനിച്ചു എന്ന് പറഞ്ഞ എന്റെ പാപ്പയ്ക്ക് ഇനിയും വിഷമാവില്ലേ? നിങ്ങൾ നോക്കിക്കോ, ഇത്തവണ അക്കൗണ്ടൻസി എനിക്ക് വട്ടപ്പൂജയായിരിക്കും. ഇവിടെ വെറുതെ പറയാ. ഉണ്ണേട്ടാ നിർത്തിക്കേ. ഉണ്ണേട്ടനെ പറ്റി പറഞ്ഞപ്പോ മുതൽ ഇവർക്കൊക്കെ പരിചയപ്പെടണമെന്ന്. ഇത് ഗംഗാവർമ്മ, ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും മികച്ച പ്രാസംഗികയാണ്. അധിക പ്രസംഗം ഞാൻ ഒരിക്കൽ കേട്ടു. ആമിനെ പറഞ്ഞതിന് ഷാർപ്പാണ് ഉണ്ണിയുടെ കമന്റ്സ്. എനിവേ, താങ്ക് യു. ഇത് ചിന്താവിഷ്ടയായ സീത എന്ന് ഞങ്ങൾ വിളിക്കുന്ന മുത്തുബി. മുത്തുബി നമ്മുടെ ഹംസയുടെ. വേണ്ട ഉണ്ണേട്ടാ, മറക്കാൻ ശ്രമിക്കുന്നത് തന്നെ മുത്തുബിയെ ഓർമ്മിപ്പിക്കണ്ട. സോറി. ഇറ്റ്സ് ഓൾറൈറ്റ്. ഉണ്ണേട്ടൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങളുടെ കൂടെ വെറുതെ നടക്കാം. ഞങ്ങളുടെ കൂടെ നടക്കണ്ട, ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ നടന്നാ മതി. ഗംഗ, അങ്ങനെ മതി മോളെ. അതാ നിന്റെ മനസ്സ് പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം. വരട്ടെ. ഉണ്ണേട്ട ഇതുവരെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയില്ലേ? എങ്കിൽ ഞാൻ പിന്നെ കയറാം. വേണ്ട. ഇല്ല അമ്മി, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുക പോലും വേണ്ട. ആമി, കുഞ്ഞുനാളിൽ എനിക്ക് പനി വന്നപ്പോ ആമി ബാപ്പയെ അറിയിച്ച് ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നിട്ടില്ല. സ്കൂളിൽ ഉച്ചപ്പെട്ടിനെ ഇരിക്കുമ്പോ സ്വന്തം ചോറ്റുപാത്രം എന്റെ മുന്നിലേക്ക് നീക്കി വെച്ച് തെങ്ങ് ഉണ്ണേട്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ഒന്നിച്ച് കളിച്ച് വളർന്നിട്ടില്ല.
ഒരു പരിചയം പോലും ഇല്ല നമ്മൾ തമ്മിൽ. എന്താ ഉണ്ണീട്ട ഇങ്ങനെയൊക്കെ? ഏയ് ഒന്നുമില്ല. ഞാനും ആമയും ഒരേ ചോരയല്ല. പക്ഷെ അത് ഇന്നലെ ഞാൻ തിരിച്ചറിഞ്ഞത്. നന്നായി. കുറച്ച് വൈകിയാണെങ്കിലും എല്ലാം മനസ്സിലായല്ലോ. ഉണ്ണീട്ടനോട് ഇക്കെന്തെങ്കിലും മോശമായി പെരുമാറിയില്ലേ? ഏയ് അതുകൊണ്ടല്ല. ഇക്ക പറഞ്ഞതൊക്കെ കാര്യമാണ്. മാത്രമല്ല എന്നോട് അത്ര പരുഷമായി പെരുമാറിയെങ്കിൽ ആമയോട് എത്ര ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും എനിക്ക് ഊഹിക്കാം. വേണ്ട, ഞാൻ മുതലേ അവനെ വേദനിക്കാൻ പാടില്ല. ആമ പോയിക്കോളൂ. ഇല്ല, ഉണ്ണീട്ടൻ പറഞ്ഞത് ശരിയാ. ഇന്നലെ ഇക്ക എന്നെ മതിവരുമാനം തല്ലി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞില്ല. ഉണ്ണീട്ടന് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് ഉണ്ണീട്ടൻ വീട്ടിൽ വന്ന് ഓരോരോ കുസൃതികൾ ഒപ്പിച്ചിരുന്നത്? പക്ഷെ ബാപ്പ വന്ന് ചോദിക്കുമ്പോ ഞാനൊക്കെ ഏറ്റെടുക്കും. അതിനെനിക്ക് തല്ലി കിട്ടുകയും ചെയ്യും. അന്നും ഞാൻ ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തിയിട്ടില്ല. ഞാനിപ്പോ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തേ ആമി നീ കരയാത്തേന്ന്. ഇന്നലെ ഞാൻ ആ ചോദ്യം എന്നോട് ചോദിച്ചു. ഉത്തരം പഴയത് തന്നെ. ഉണ്ണേട്ടനെ ആമിക്ക് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. പറഞ്ഞു തീർന്നില്ല ഉണ്ണേട്ടൻ. ഉണ്ണേട്ടന് ഉണ്ണേട്ടന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ മൂടി വെക്കാൻ കഴിയായിരിക്കും. പക്ഷെ ആമിക്കതിനാവില്ല. സ്വന്തം മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് ജീവിക്കാനും ആമിക്ക് അറിഞ്ഞൂടാ. സത്യം. എന്റെ ആത്മാവ് എത്രയോ വർഷമായി എന്നോട് മന്ത്രിക്കുന്ന സത്യം. വേണ്ട ഉണ്ണേട്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലും ഒരാളുടെ തണലിൽ കഴിയുമെങ്കിൽ എന്റെ ആത്മാവിന്റെ ഭാഗമായ ഉണ്ണേട്ടന്റെ ഒപ്പം മാത്രം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഉണ്ണേട്ടനെ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ദൂതനായി നിന്റെ കാതിൽ എന്ത് ചൊല്ലി? കണിക്കൊന്നയാണു നീ, കിളിക്കൊഞ്ചലാണു നീ. കണിക്കൊന്നയാണു നീ, കിളിക്കൊഞ്ചലാണു നീ. ദൂതനായി നിന്റെ കാതിൽ എന്ത് ചൊല്ലി? തെന്നൽ ദൂതനായി നിന്റെ കാതിൽ എന്ത് ചൊല്ലി? ആ
ഉമ്മറ് പറഞ്ഞതല്ലേ, ഉം, നീ കൈകാര്യം ചെയ്തോ, അതൊരു വിഷയല്ലാണ്. ശരി. എന്തേ കാണണമെന്ന് പറഞ്ഞത്? ആ, അത് തനിച്ച് സംസാരിക്കേണ്ട കാര്യ. നിങ്ങൾ ഓരോ ഐസ്ക്രീം കഴിക്കേ, അപ്പോഴേക്കും ഞാൻ ജോയിൻ ചെയ്യാം. ഓക്കെ. വരൂ. എന്തിനാ മുത്തുബി ഒപ്പം കൂട്ടിയേ? ഹംസയെ കാണാനാ ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ അവളും ഒപ്പം കൂടി. വേണമെങ്കിൽ മടങ്ങിപ്പോവാൻ മുത്തുബിയോട് ഹംസനെ നേരിട്ട് പറഞ്ഞോളൂ. ഹേയ്, അതിനൊന്നും ആവശ്യമില്ല. ആ, പിന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ, ആ, ആമിനയുടെ ഇക്കയുടെ സുഹൃത്ത് എന്ന നിലയിൽ മാത്രമല്ല ഞാനിതെല്ലാം പറയുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരു സമുദായ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടിയാണ്. എന്റെ ഫ്രണ്ട്സിന് ബോറടിച്ചു തുടങ്ങി കാണും. ഈ മുഖവര ഇങ്ങനെ നീട്ടാതിരുന്നെങ്കിൽ ഉപകാരമായി. ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. ആമിനയുടെ പ്രവർത്തികൾ പലതും നമ്മുടെ സമുദായത്തിന്റെ അന്തസ്സിന് നിരക്കുന്നതല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഏതുകൊണ്ട്? ഏത് പ്രവർത്തികൾ? ആമിനയ്ക്ക് എന്നെ അറിയാലോ. എങ്കിലും ഞാൻ പറയാം. ആ അയൽക്കാരൻ കാഫിർ ചെറുക്കനുമായി സൂക്ഷിക്കുന്ന അനാവശ്യമായ അടുപ്പം, കോളേജിന് മുന്നിലും പുഴക്കരയിലും ഒക്കെ വെച്ച് നിങ്ങൾ തമ്മിൽ കൊഞ്ചാറും കുഴയാറും ഉണ്ടെന്നത് നാട്ടിൽ പാട്ടാ. നമ്മുടെ സമുദായത്തിന് അതിൽ കഠിനമായി ഉൾക്കൊണ്ടുണ്ട്. ആരോടൊക്കെ കൊഞ്ചണം കുഴയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സമുദായാണോ? ഞാനല്ലേ? കാരണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യമാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ വീട്ടിൽ രക്ഷിതാക്കളുണ്ട്. അമിന, ധിക്കാരവും വാക്സമർത്ഥ്യൊന്നും വേണ്ട. നമ്മുടെ സമുദായത്തിൽ ഒരു യുവതി ഒരന്യമതക്കാരനുമായി ഇഷ്ടം കൂടുന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമായി കരുതാൻ ഞങ്ങൾക്ക് വയ്യ. സമുദായം അതിനെതിരെ പ്രതികരിച്ചെന്നിരിക്കും. അല്ല, ആരായി പറയുന്ന സമുദായം? നിങ്ങളോ? നിങ്ങൾക്കാരായി സമുദായത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുക്കാൻ അധികാരം തന്നത്? അമിന, ഞാൻ വീണ്ടും പറയുന്നു, ആ കാഫിർ ചെറുക്കനുമായുള്ള അടുപ്പം അവസാനിപ്പിക്കുന്നത് നിനക്ക് നല്ലത്. ഇനി കല്യാണം കഴിക്കാനുള്ള ധൃതിയാണെങ്കിൽ നല്ല ഉശിരുള്ള ആമ്പിള്ളേരെ എത്ര വേണമെങ്കിലും സമുദായത്തിനകത്തുനിന്ന് തന്നെ ഞങ്ങൾ തരപ്പെടുത്തി തരാം. ഓ, ഇപ്പൊ സമുദായ പ്രവർത്തനത്തിന് പുറമെ ആ ജോലിയുണ്ടോ? എങ്ങനെ? നല്ല കമ്മീഷൻ തരപ്പെടുമായിരിക്കും അല്ലേ? എന്റെ ഒരു ഫ്രണ്ടിന് നല്ലൊരു പയ്യനെ വേണം. വേണേ നല്ല കമ്മീഷൻ തരാം. ദേ, ആ ഇരിക്കുന്നതാണ് കുട്ടി. പേര് മുത്തുബി. മുമ്പൊന്ന് കെട്ടിയതാ. ഭർത്താവിനൊന്ന് എതിർത്തതിന് 3 വട്ടം തലാ ചൊല്ലി മൊഴി ചൊല്ലി. ഭർത്താവിനെ നിങ്ങൾ അറിയും. പേര് ഹംസ. ആളെ കാണെങ്കിലേ കണ്ണാടിയിലൊന്ന് നോക്കിയാ മതി. അനാവശ്യം പറയുന്നോടി പന്നിയുടെ മോളെ. തൊട്ടുപോലെ തന്നെ ചെയ്ത ക്രൂരതകളൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ പൊള്ളിയല്ലേ? പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്ന് സമുദായ പ്രവർത്തനം എന്ന പേരിൽ നിങ്ങൾ ചെയ്യുന്നത് സമുദായ ദ്രോഹമാണ്. അതിനിരയാവാൻ ഒരിക്കലും ഒരു പൊട്ടിപ്പെണ്ണിനെ കിട്ടിയിരിക്കും. പക്ഷെ ആമിനെ അതിന് പ്രതീക്ഷിക്കരുത്. ഇനി മേലാൽ ഉപദേശം കൊണ്ട് എന്റെ മുമ്പിൽ വന്നാ ചെരുപ്പൂരി ഞാൻ അടിക്കും. എന്താടോ? കണ്ടിട്ട് പോയിട്ട് വാ. നിന്റെ ഒരു കോളേജ് പോക്ക് കൊടിപിടുത്തോ എല്ലാം ഞാൻ ഇന്നത്തോട് തീർത്തുതരാം. ഇക്ക വേണ്ട. ഇവളെ വെച്ചേക്കല്ലോ അപ്പ. എന്ത് ഭ്രാന്താണ് നീ കാട്ടുന്നേ? ഒന്ന് ഉപദേശിക്കാൻ ചെന്ന ഹംസയുടെയും കോയാമിന്റെ മുമ്പിൽ വെച്ച് അവള് പരസ്യമായി പറഞ്ഞത് എന്താണെന്നറിയോ? കെട്ടുന്നെങ്കിൽ അപ്പുറത്തെ കാഫറിനെ മാത്രമേ അവൾ കെട്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ സമുദായത്തിന്റെ മുഖത്ത് കരിവാരി തെച്ച് അവൾ ഇറങ്ങുള്ളൂ. അഹങ്കാരി. മോൾ അങ്ങനെ പറഞ്ഞു. ബാപ്പയോട് സത്യം പറയാമീ. പറഞ്ഞില്ല ബാപ്പ. പക്ഷേ പക്ഷേ ഇനി പറയും. എവിടെ വേണേലും പറയും. ആരുടെ മുമ്പിൽ പറയും. കള്ളം പറയാനാവില്ല. പാപ്പ എന്നത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ തൃപ്തിയായല്ലോ രണ്ടുപേർക്കും. താല് കൊടുത്ത പാമ്പ് പുന്നാര മോട കഴുത്തിൽ നിലവറയും നിലവിളക്കും സാക്ഷി നിർത്തി താല് കെട്ടുമ്പോ അനുഗ്രഹം ചോദിച്ചാൽ മാത്രം മതി. അതോടെല്ലാം പൂർത്തിയാകും. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ വല്ലതും നടന്നാൽ തുണ്ടം തുണ്ടമാക്കി കളയും. നിന്നെയല്ല, നിന്റെ മറ്റവനെ. എന്താടി പിശാചി ഒന്നും മിണ്ടാത്ത ഉമ്മനെ? ഇല്ലോ അപ്പ, ഞാനൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചോ? ഈ മൂസാഹാജിയുടെ മകനാണ് ഞാനെങ്കിൽ അത് ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ അവൻ പൊന്നാലി പോയി തൊപ്പിയിട്ട് ഇസ്ലാമായി വരട്ടോ അപ്പ. എടാ, പൊന്നാനി പോയി തൊപ്പിയിട്ട ഒരു ദിവസം കൊണ്ട് ഒരാൾ ഇസ്ലാം ആവോളം. പാപ്പ, ഞാൻ പറഞ്ഞതാ. നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ
ആമിന അഭിരാമി ആകണം. മനസ്സിലായില്ലേ? ഒന്നുകൂടെ തെളിച്ചു പറയാം, മതം മാറ്റി ഹിന്ദു ആക്കണം. അല്ലാതെ ഈ കല്യാണത്തിന് ഞങ്ങൾ സമ്മതം മൂളുമെന്ന് അളിയൻ സ്വപ്നം കാണണ്ട. ആമിനിയുമായിട്ടുള്ള വിവാഹത്തെ കുറിച്ച് തൽക്കാലം ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനായിട്ട് മതം മാറാനും അവൾ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് എളുപ്പമായി? ഓരോരോ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ മതം മാറിയാൽ മതിയല്ലോ. നിന്റെ വാക്കുകളിലെ പുച്ഛം അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒന്നോർത്തോ, നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ആ നിമിഷം വഴിയാധാരാകുന്നത് മനസ്സിലായില്ല. ഞങ്ങൾ ആ നിമിഷം വഴിയാധാരമാക്കുന്നത് നിന്റെ ഈ ചേച്ചിമാരെയായിരിക്കും. ഞങ്ങളത് ചെയ്യില്ല എന്ന് വിചാരിക്കണ്ട, ചെയ്തിരിക്കും. ഞങ്ങൾക്ക് എല്ലാ ബന്ധങ്ങളിലും വലുത് മതമാ, സമുദായമാ. അതുകൊണ്ട് ഒന്നുകിൽ ആമിനെ മതം മാറ്റുക, അല്ലെങ്കിൽ ഒക്കെ നിന്റെ ഇഷ്ടം. എന്തേ ഉറങ്ങാത്തത്? ഉറങ്ങാനാവുന്നില്ല മറിയും, കണ്ണടയ്ക്കാൻ പോലും കഴിയുന്നില്ല. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് മൂസാഹാജി. ആ മൂസാഹാജിയുടെ മകൾ ഒരു അന്യമതക്കാരന്റെ വധുവാകുന്നത് നമ്മുടെ മോന് മാത്രമല്ല, പലർക്കും ഇഷ്ടമാവില്ല. അതൊരു വശം. നമ്മൾ ഒരുപാട് നാള് മോഹിച്ചുണ്ടായ മോള ആമി കളങ്കമറിയാത്ത പാവം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ കുഞ്ഞുനാട് മുതൽ ഉണ്ണിയും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാ അത്? മാത്രമല്ല, നമ്മോട് എന്തെങ്കിലും വേണമെന്ന് ഇന്ന് ഈ നിമിഷം വരെ ശാഠ്യം പിടിച്ചിട്ടുണ്ടോ ആ കുട്ടി? അപ്പോ മറിയം, എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? എനിക്ക് ആലോചിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അങ്ങയുടെ നിഴലായി ഈ വീടിന്റെ പടി കയറി വരുമ്പോ എനിക്ക് 14 വയസ്സാ. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങ് എന്നോട് എല്ലാം ആലോചിക്കാറുണ്ട്. എനിക്കറിയാം, കുട്ടിയായിരുന്നിട്ടും എന്നോടെല്ലാം ആലോചിക്കുന്നല്ലോ എന്നോർത്ത് പണ്ടെന്റെ മനസ്സ് നിറയാറുണ്ടായിരുന്നു. എന്നാലും ഒരിക്കൽ പോലും ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങയുടെ വാക്ക് അള്ളാഹുവിന്റെ വാക്കെന്ന് കരുതി ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്തിനാ ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ അറിയാത്തതല്ലോ നിന്നെ. പള്ളിയും മതങ്ങളെയും ഈ നാടിനെ തന്നെ എതിർത്ത് അങ്ങന്റെ മകളെ ഉണ്ണിയെ ഏൽപ്പിച്ചാൽ പോലും ഞാൻ മറുത്തൊരു വാക്കുപോലും പറയില്ല. എനിക്കെന്റെ കൺകണ്ട ദൈവമാണങ്ങ്. എങ്കിൽ എന്തിനിപ്പ എന്നോട് തീരുമാനം എടുക്കാൻ പറയാതെ പറയുന്നു? വേണ്ട, അങ്ങ് എന്തും തീരുമാനിച്ചോളൂ. അങ്ങയുടെ നിഴലായി നിന്ന് ഇപ്പോഴും ഞാൻ ആ വാക്ക് അനുസരിക്കുകയുള്ളൂ. വാ, ഉറങ്ങാം. ഒന്ന് നിന്നേ. എന്നെ ഓർമ്മയുണ്ടല്ലോ. 8 വർഷം മുമ്പ് മഞ്ഞ് വീണൊരു ഡിസംബർ രാവിലെ ഞാൻ ഭാര്യഭർത്തൃ ജീവിതം ആരംഭിച്ചിരുന്നു. മറന്നിട്ടില്ലല്ലോ. നിനക്കെന്താ ഇപ്പൊ വേണ്ടത്? പറയാം. അന്ന് ആ ആദ്യ രാത്രിയിൽ പോലും നമ്മൾ കലഹിച്ചു. ആദ്യത്തെ കൺമണി ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്ന് ചൊല്ലി. പക്ഷേ നിങ്ങൾ എനിക്ക് ആ കൺമണി തന്നില്ല. തന്നത് തലാക്ക, മൊഴി ചൊല്ലല. എന്തിന്? വെറുതെ ഒന്ന് എതിർത്തതിന്. നിൽക്ക്, പറഞ്ഞു തീർന്നില്ല ഞാൻ. എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാത്തിരുന്നു. ഒരിക്കൽ തെറ്റിദ്ധരുത്തി നിങ്ങൾ എന്റെ അരികിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് അറിയാതെ മോഹിച്ചു.
നിങ്ങൾ വന്നില്ല. എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. പക്ഷേ എന്നെക്കാൾ പാവമായ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങളിപ്പോ ചവിട്ടി അരയ്ക്കാൻ പോകുന്നത്. പേടിക്കണ്ട, ഞാനത് തടയാൻ ശ്രമിക്കില്ല. കാരണം എനിക്കതിന് കഴിയില്ല. ഞാനൊരു സ്ത്രീയല്ലേ. എന്റെ ആമിയെ, ഞങ്ങളുടെ ആമിനെ നിങ്ങൾ മറ്റൊരു മുത്തുബിയാക്കിക്കൊള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരിക്കലും മനസ്സമാധാനം ഉറങ്ങാൻ കഴിയില്ല. എടീ പന്നി, നിന്നെ തൊട്ടുപോയി തന്നെ. ആൾക്കാർ കൂടിയാ എനിക്കല്ല, നിങ്ങൾക്ക് മോശം. ഉണ്ണി, നീ ആമിനെ കെട്ടിയ നിന്റെ ചേച്ചിമാരെ വഴിയാതാരാക്കുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാ, പക്ഷെ ഇത് പണ്ട്. അതേ ഞങ്ങൾ തന്നെ ഇപ്പോ പറയുന്നു. നീ അവളെ കടത്തിക്കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഹംസയുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നീ തന്നെ അവളെ കെട്ടണം. ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ ഉണ്ണി, നീ ഒന്നും അറിയണ്ട. ആമിനെ തട്ടിക്കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നിർത്തി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഒക്കെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഈ സമയം നീ അവളെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയ അതവരുടെ സമുദായത്തിന്റെ കരണത്ത് കൊടുക്കുന്ന ഒന്നാം തരം ഒരു അടിയായിരിക്കും. ഗംഗേട്ടനും ശിവേട്ടനും വിവാഹം കഴിച്ചത് ഏതെങ്കിലും സമുദായത്തിന്റെ കർമ്മത്തടിക്കാനാണോ? അതോ സ്വന്തമായിട്ടൊരു കുടുംബം കുട്ടികളെന്നുള്ള മോഹമുണ്ടോ? അതുപോലെ ആണോ ഉണ്ണി ഇത്? അവളുടെ ബാപ്പയെ കൊന്ന നീ തന്നെ അവളെ കെട്ടുമ്പോ നമ്മുടെ സമുദായം നേടുന്ന മഹാവിജയം അത് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. അല്ല, ഇനി നിനക്ക് അവളെ കെട്ടണമെന്നില്ലെങ്കിൽ വേണ്ട, 1-2 ദിവസം വെച്ചോണ്ടിരുന്നിട്ട് വിട്ടാലും മതി. ചെയ്തു തന്ന പല ഉപകാരങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ എനിക്ക് അല്പം സ്വൈര്യം താ. ശിവൻകുട്ടി, നീ വാ. അമ്മ, ഇനിയെങ്കിലും ഒന്ന് മിണ്ട്. നാളെ രാത്രി എന്റെ കല്യാണമല്ല, എന്നെ കൊല്ല. മിണ്ടാ പ്രാണിയെ കൊല്ലും പോലെ ഇക്കയും ഹംസയും ചേർന്ന് എന്നെ വെട്ടിക്കൊല്ല. ഉമ്മ, ഇക്കയോട് അരുതെന്ന് പറ ഉമ്മ. ഉമ്മ, ഉമ്മയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. എന്തിനാ ഉമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇതിലും ഭേദം ഉമ്മ ബാപ്പയുടെ കൂടെ പോകുന്നതായിരുന്നു. ഉമ്മ. ആരുല്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു ചെറിയ സിംറ്റം പറയാമെന്നതാ. അല്ല ഹംസേ? ആ, എന്റെ പുന്നാര പുതുമണവാട്ടി, ഒരിക്കൽ ഈ മുഖത്ത് ചെരിപ്പൂരി അടിക്കുമെന്ന് നീ പറഞ്ഞ ഓർമ്മയുണ്ടോ? അണിഞ്ഞൊരുങ്ങി സ്വർണ്ണാഭരണ വിഭൂഷിതയായി നാളെ എന്റെ മണിയറിലേക്ക് പ്രവേശിക്കുമ്പോ ആ ചെരിപ്പൂടി എടുക്കാൻ മറക്കരുത്. അല്ല, ഇനി കൈ കൊണ്ട് അടികൊള്ളുന്ന സുഖല്ലേ? അല്ലേടോ വയാമോ? അത് പിന്നെ പറയാണ്ട ഹംസേ, അതൊക്കെ നിന്റെ ഒരു സിംറ്റം. അമ്പര വിഡ്ഢികളെ, വിനീത വിധേയരായ ദാസികളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആമി മൂസ ഹാജിയുടെ മകളാണ്. സ്വന്തം ഇഷ്ടത്തിനപ്പുറം ജീവിക്കേണ്ടി വന്നാൽ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോലും തെല്ലും മടിയില്ലാത്തവൾ. മനസ്സിലായില്ലല്ലേ? ആമിക്കൊരു വലിയ ഇഷ്ടമുണ്ട്, മഹാസ്വപ്നമുണ്ട്. കുഞ്ഞുനാൾ മുതൽ ആരുടെ നിഴലായി നടന്നോ ആ മനുഷ്യന്റെ സ്നേഹം നിറഞ്ഞ നെഞ്ചിൽ വീണുറങ്ങുക. അല്ലാതെ നിങ്ങളെപ്പോലൊരു 2ാം കെട്ടുകാരന്റെ കൈ ആമയുടെ നേർക്ക് നീണ്ടു വന്നാൽ മരിച്ചാവും ആമയെ പിന്നെ നിങ്ങൾ കാണുക. അമിന, വേണ്ട, എന്നെ പേടിപ്പിക്കണ്ട. ഇതൊന്നും കണ്ട് പേടിക്കുന്നതല്ല ഈ ഹംസ. നിർത്തണോ? കടക്ക് പുറത്ത് കിടക്കാൻ. ഹംസേ, ആ, വല്യേച്ചി, വല്യേച്ചിക്ക് പേടിയല്ലേ? ഞാനിവിടെ വന്നത് ആരോടും പറയില്ലേ ആമി? മനസ്സിലായി വല്യേച്ചി, പേടിയല്ലേ? ഈ ആമിയെ പോലും പേടിയല്ലേ? അതല്ല മോളെ, 10-16 വർഷം മുമ്പ് വല്യേച്ചി തോളിലെടുത്ത് നടന്നിരുന്ന ആമിയായത്. പാട്ട് പാടി ഉറക്കിയിരുന്ന ആമിയ. ആ ആമിയെ പോലും
വല്യേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ മോളെ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആരും ആമിയെ പേടിക്കണ്ട. പ്രത്യേകിച്ച് വല്യേച്ചി ചെറിയച്ചി. നിങ്ങളുടെ അനിയത്തിയായി ഉണ്ണിയേട്ടന്റെ വധുവായി ഈ പടി കടന്നു വരാൻ മോഹിച്ച ഒരു പൊട്ടിപ്പെണ്ണ ഞാൻ. മോളെ, പക്ഷെ എന്ത് ചെയ്യാനാ ചേച്ചി? നാളെ രാത്രി എന്നെ കശാപ്പ് ചെയ്യ എല്ലാരും കൂടെ. രക്ഷപ്പെടാൻ ആമിക്ക് പഴുതുകളില്ല. രക്ഷിക്കേണ്ടവരെല്ലാം പോയല്ലോ ആമിയെ വിട്ടിട്ട്. അതെ വല്യേച്ചി, വിവരം അറിഞ്ഞാലെങ്കിലും ഉണ്ണിയേട്ടൻ വരുമെന്ന് ഞാൻ കരുതി. ഉണ്ണിയേട്ടൻ അറിയാത്തതല്ലോ ഈ ഹൃദയത്തിന്റെ തേങ്ങൽ. അതെ വല്യേച്ചി, ചോദിക്കുന്ന തെറ്റായിരിക്കാം, എന്നാലും ചോദിച്ചു പോവാ. ഒരു ദിവസം ഉണ്ണിയേട്ടന്റെ വധുവാനുള്ള കൊതി കൊണ്ട എന്നെ രക്ഷിക്കാൻ ഉണ്ണിയേട്ടനോടൊന്ന് പറയൂ. എന്നെ ഉണ്ണിയേട്ടന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോവോ? പറ്റില്ലല്ലേ? ആമി അവസാനം ഉണ്ണിയേട്ടനെയും വല്യേച്ചിയൊക്കെ ഒറ്റിക്കൊടുത്താലോ? പോട്ടെ, സാരമില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ആമിക്കറിയാം. ഞാനങ്ങ് ചെല്ലുമ്പോ ബാപ്പ ചിരിക്കും, 2 കൈ നീട്ടി കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്റെ മോള് ഇത്ര വേഗം ഇങ്ങ് വന്നോ? പിടിക്ക് പിടിക്ക്. ആമി, ഇപ്പൊ എന്റെ മനസ്സിൽ നീയില്ല. കല്യാണം, കുടുംബം, എല്ലാ മോഹങ്ങളും മരിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഉമ്മയും മിക്കയും സത്യം മനസ്സിലാക്കുന്നത് വരെ എനിക്ക് പുറത്തു വരാൻ കഴിയില്ല. വരാൻ പാടില്ല. ഞാൻ കൊന്നിട്ടില്ല എന്റെ വാപ്പേ. ഉണ്ണേട്ടനെ ഇനി ഈ നാട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ഇക്ക വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? എന്തിന് എന്റെ ഉമ്മ പോലും. അതെ ഉണ്ണേട്ട, ഉമ്മ പോലും ഇനി ഒരിക്കലും വിശ്വസിക്കില്ല ഉണ്ണേട്ടനെ. അല്ലെങ്കിൽ നാളെ രാത്രി ഇക്കയും ഹംസയും കൂടി എന്നെ കശാപ്പിക്കുന്നത് തടയാൻ ഉമ്മ നാവ് ഉയർത്തുമായിരുന്നു. ഉമ്മയ്ക്കറിയാലോ എന്റെ ഉണ്ണേട്ടന്റെ മനസ്സ്. ബാപ്പ പോയത് പിന്നെ മിണ്ടിയിട്ടില്ല പാവം. ഉമ്മയുടെ കുറ്റമല്ല ഒന്നും. മകനെ പോലെ കരുതിയ കുട്ടി ഇത്രയും ക്രൂരത ചെയ്യുമെന്ന് ഓർത്തു പോയിട്ടുണ്ടാവും. ഇപ്പൊ വേദനിച്ചിട്ട് കാര്യമില്ല ഉണ്ണേട്ട. ഇതിനെല്ലാം കാരണം ഉണ്ണേട്ടൻ ഒരാൾ മാത്രമാണ്. സത്യം, ഉണ്ണേട്ടൻ വിധിക്ക് മുന്നിൽ വല്ലാതെ കീഴടങ്ങിപ്പോയി. പാപ്പ പിടഞ്ഞു വീണ് ആ നിമിഷം മുതൽ ഭയം കൊണ്ടാവാം, തീരാത്ത വേദന കൊണ്ടാവാം, പക്ഷെ കീഴടങ്ങിപ്പോയി. അത് സത്യം. പിന്നെ ഉണ്ണേട്ടൻ ആര് വിശ്വസിക്കാൻ? അവസാനം ഉണ്ണേട്ടൻ എന്നെ ഹംസയ്ക്കല്ല വിധിക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ എങ്ങനെ നിന്നെ അതോടെ വാപ്പയും കൊന്ന് മകളെയും കൊണ്ട് കടന്നു കളഞ്ഞ നീച്ചനാകും ഞാൻ. ഉണ്ണേട്ട, സത്യം നമുക്കറിയാം. നമ്മെ കൂടാതെ ഒരാൾക്ക് കൂടി അറിയാം. അവിടെ ഇരിക്കുന്ന എന്റെ ഉണ്ണീട്ടന്റെ ബാപ്പയ്ക്ക് ആ ആത്മാവിനെ ഓർത്തെങ്കിലും ഉണ്ണീട്ടനെ വല്ലാതെ സ്നേഹിച്ച എന്നെ വിധിക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. ഇനി ഞാൻ നിർബന്ധിക്കില്ല. തൃപ്തിയായി. പിന്നെ നാളെ എന്റെ നിക്കാഹാണ്. വരണം എന്ന് ഞാൻ പറയുന്നില്ല. വന്നാലും സ്വീകരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ രാവ് കഴിഞ്ഞാൽ ഞാൻ അവിടെയാവും. കാണാം നമുക്ക്. ഒരുപാട് കാലം കഴിഞ്ഞ് അപ്പോഴും ഞാൻ അവിടെ കാത്തിരിക്കാവും. എന്ത് ചെയ്യാൻ? ഇതിന് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയില്ലേ?
ചേട്ടൻ വിധിക്ക് മുന്നിൽ വല്ലാതെ കീഴടങ്ങിപ്പോയി. ഭയം കൊണ്ടാവാം, തീരാത്ത വേദന കൊണ്ടാവാം, പക്ഷെ കീഴടങ്ങിപ്പോയി. അത് സത്യം. പിന്നെ ഉണ്ണിയേട്ടനെ ആര് വിശ്വസിക്കാൻ? അവരിൽ ചിലരെ ഒതുക്കാനുള്ള ഓപ്പറേഷൻ, അത് നയിക്കാനുള്ള ഭാഗ്യം ഉണ്ണിക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നേ. ഉണ്ണിക്ക് ഒരാളുടെ സഹായം വേണ്ടെന്നറിയാം, എന്നാലും ഇവരുണ്ടാവും കൂടെ. പിന്നെ മൂസാഹാജിയെ തീർത്ത പോലെ ഒരു നിമിഷം കൊണ്ട് തീർത്തേക്കണം എല്ലാത്തിനെയും. ഉം. ആയുധം ഏത് വേണം? തീരുമാനം ഉണ്ണിയുടെ. ഉണ്ണി, ചോര കണ്ട തല കറങ്ങുന്ന എന്നെ സ്വന്തം വാപ്പയെ കൊന്ന് നീചനാക്കി നിങ്ങളാ. ഇനി എന്നെ വെച്ചോളം നിന്റെ കളി വേണ്ട, സമരക്ഷണം വേണ്ട. അതിലും ഭേദം മരണ. ഇവന് എന്ത് സംഭവിച്ചു? ഉണ്ണി മിണ്ടരുത്. ഒരു മുറ്റും ഒരേ മനസ്സുമായി കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത ജാതിയുടെ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളൊക്കെ ചേർന്ന് ഈ നാടിനെ വെട്ടിമുറിച്ചു. ഉണ്ണി, ഞങ്ങളൊന്ന് പറയാ. മോനെ ഉണ്ണി മതി. ഇനി എന്റെ പെങ്ങന്മാർ വിധവകളായ പോലും ഞാൻ വേദനിക്കില്ല. കൊല്ലാനെ പുണ്യക്ക് മടിയില്ല. ഞാൻ പോവുക. നിങ്ങളെന്നെ എന്താക്കി തീർത്തോ അതെല്ലാം ഞാൻ ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ. പിറകെ വരരുത്. വന്നാൽ ഉണ്ണി, ഉണ്ണി തുറന്നു വാതില്. ഉണ്ണി മാറിക്ക്. ഉണ്ണി ചതിക്കില്ലേ? രാജകുമാരനെ പോലുള്ള ഇരിപ്പ് കാണാൻ മാത്രം ഉണ്ട് കേട്ടാ. മാനത്തൊന്നും പൊട്ടി വേണം. ആഹാ, ഇന്റെ അംശയിച്ച് ഇവിടെ കുത്തിരിക്കാതെ ഒന്ന് കുടി പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ പുരാപ്പിളായിട്ട് വരണ്ടതല്ലേ പറയാം. ഇവിടുത്തെ കാര്യം നോക്കാനും ഉമ്മറെ സഹായിക്കാനും ഞാൻ മാത്രല്ലേ ഉള്ളൂ. അതിനെന്താ, നാളെ മുതൽ അന്റെ കൂടിയല്ലേ പറയാത്. അന്റെ രണ്ടാം കെട്ടിന്റെ ഒരു സിംറ്റം. ഉമ്മരെ അംശം പോയാമോ? എന്താ പാലേട്ടാ, ഒരിക്കലൊരു അബദ്ധം പറ്റിയതിന് ഇവരെന്നെ കൊലപാതകയാക്കി. ഇന്നതാകാൻ എനിക്ക് പണിയില്ല. മാറേ. ആരും മാറരുത്. ഇത് നമ്മുടെ സമുദായത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അഭിമാനം? സമുദായം? സമുദായത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾ ബലിയാളാക്കി. എന്റെ തലയെടുക്കാൻ ഈ പാവങ്ങളെ നിങ്ങൾ അറിഞ്ഞിരുത്തി. ഈ നാട്ടിൽ അതിന്റെ പേരിൽ എന്തെല്ലാം പേക്കുത്തുകൾ നിങ്ങൾ നടത്തി. സഹിച്ചു, നിസ്സഹായനായി പോയി ഞാൻ. ഇനിയെങ്കിലും ഒരാളോട് എനിക്കൊരു വാക്ക് പറയണം. ഇല്ലെങ്കിൽ ആരാന്ന് നോക്കില്ല. മാറി. ഒരടി പോലും മുന്നോട്ട് വെക്കരുത്. വെച്ചാൽ മരിക്കാൻ പോലും മടിയിലാണ് ഉണ്ണി വന്നിരിക്കുന്നത്. ഉമ്മ, 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 ഒന്ന് പുറത്തേക്ക് വാ അമ്മ. ഇനി ഒരിക്കലും ഒന്നിങ്ങനെ ചോദിക്കില്ല. ഒരേ ഒരു വട്ടം പുറത്തേക്ക് വാ അമ്മ. ഉമ്മ.
ഉമ്മാടെ കൺകണ്ട ദൈവത്തെ ഒന്നും മിണ്ടാൻ പോലും അനുവദിക്കാതെ കൊന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും എന്റെ ഉമ്മ, അല്ലേ? എന്റെ ഉമ്മ, എനിക്കറിയാം. ഉമ്മയുടെ അവിശ്വാസങ്ങൾ തിരുത്താൻ വന്നതല്ല ഉണ്ണി. അതിനുള്ള തെളിവില്ല, ശക്തിയില്ല. ശക്തിയുള്ളത് ഇവർക്കാണ്, ഇവർക്ക് മാത്രം. ഇവരുടെ ശക്തി ഉമ്മയുടെ വിശ്വാസമാവട്ടെ, പരാതിയില്ല ഉണ്ണിക്ക്. എന്റെ ബാപ്പിനെ ഞാൻ കൊന്നുവെന്ന് ഉമ്മ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ വിട്ടുകൊടുക്കരുത്. ഉമ്മയുടെ കൈ കൊണ്ട് തന്നെ ഒറ്റവെട്ട് തന്നെ കൊന്നുകളയണം. എന്തിനുമ്മ മടിക്കുന്നേ? മോനെ, ഉമ്മ, 10 മാസം ചുമന്ന് നന്ദ പെറ്റ മകന് പോലും എന്റെ വാക്ക് വേണ്ട. അത്തരം ഒരുപാട് മക്കൾ നിറഞ്ഞുപോയി ഈ ലോകത്തോട്. ഇനി ഒന്നും എനിക്ക് സംസാരിക്കാനുമില്ല. എന്തിന് എന്ന് എന്റെ വാക്കുകൾ പാഴ്വാക്കാകണം? നീ വന്ന് വിളിച്ചപ്പോ ഈ ഉമ്മയുടെ നാവല്ല സംസാരിക്കുന്നത്, ഹൃദയമാണ്. മോനെ, നീ പറഞ്ഞ പോലെ എന്റെ കൺകണ്ട ദൈവത്തിന്റെ മകനാണ് നീ. എന്റെ മോൻ ഒരിക്കലും അവന്റെ ബാപ്പയെ കൊല്ലാനാവില്ല. ഈ ലോകം മുഴുവൻ സാക്ഷി പറഞ്ഞാലും ഈ ഉമ്മയോട് വിശ്വസിക്കുന്നു. എന്തിനാ മോനെ ഇനിയും എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കരയാൻ പോലും കഴിയാതെ നിൽക്കുന്നത്? ഒന്ന് പൊട്ടിക്കരയ്. പറഞ്ഞപ്പോ ഉമ്മക്ക് രക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിനെ പറ്റിപ്പോയി. എനിക്കിത് മതി, എനിക്കിത് ധാരാളം മതി. ഉമ്മർക്ക, ഇനി നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? കൊന്നോ? ഉണ്ണിക്കൊരു പരാതിയില്ല. എന്റെ ഉമ്മ പറഞ്ഞു ഞാൻ എന്റെ ബാപ്പയെ കൊന്നിട്ടില്ലാന്ന്. കൊന്നോ? കൊല്ലാൻ! ഉണ്ണി, കുഞ്ഞനാൾ മുതൽ നിന്നെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പാവം പെൺകുട്ടിയുണ്ട് ഇവിടെ. അവളുടെ മോഹം, അതിലപ്പുറം അവളുടെ ബാപ്പ ഇതുപോലെ ഉള്ളിൽ കാത്തുവെച്ച സ്വപ്നം. ഞാൻ ഈ ലോകത്തിൽ ബാക്കിയാണെങ്കിൽ അത് നടക്കാതെ പോകരുത് പോലെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവളുടെ ഉമ്മയായത്, അദ്ദേഹത്തിന്റെ ഭാര്യയായത്? ഉണ്ണി, നീ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ ജാതിയും മതവും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്റെ പുത്തിനെ. മിണ്ടിപ്പോവരുത്. നീ നിന്റെ പാപ്പയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് നീയും ഇവരുമാണ്. മരിക്കും മുമ്പ് നിങ്ങൾ ആ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ആ വാക്കിന്റെ പൊരുൾ അറിയാതെ അതിനെല്ലാം എതിരെ നടന്ന് ജീവിച്ചിരിക്കെ തന്നെ നിങ്ങൾ ആ പാവത്തിനെ മരിച്ചവനാക്കി. ഇനി ഞങ്ങളുടെ സ്വന്തം ആത്മാക്കളായ ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കാൻ ശ്രമിച്ച ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ. ഒരാളും തൊടില്ല നിങ്ങളെ. ഈ മറിയുമ്മയുടെ മയ്യത്തിൽ ചവിട്ടി നിന്ന് മാത്രമേ നിങ്ങളുടെ മുടിത്തുമ്പിൽ പോലും തൊടാനാവൂ. ഞാനാ പറയണേ, ഒന്ന് പൊയ്ക്കോളൂ. ഒരു മതൻ വാസം
വസന്തഭംഗിയിലായിരം പൂർണ്ണ നിലാവിലുറങ്ങ ഇനിയുമുഷത്തിന്റെ പൊന്നില താലിയിൽ സ്നേഹം രചിക്കുമോ കാലം ഇനിയുമുഷത്തിന്റെ പൊന്നില. നമ്മുടെ സമുദായത്തിന് അവിചാരിതമായി വീണ് കിട്ടിയ പുലിക്കുട്ടിയ ഉണ്ണി. നിന്നെ പോലീസിനും പള്ളി കമ്മിറ്റിക്കും പിച്ചു ചിന്ത വിട്ടുകൊടുക്കാൻ പറ്റുമോ? മുൻകരുതൽ എന്ന നിലയ്ക്ക് നിന്റെ ചേച്ചിമാരെയും ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. നമ്മളില്ലാത്തപ്പോ അവരുടെ നേർക്ക് ആക്രമണം ഉണ്ടായാലോ? ഗംഗേട്ട, ശിവേട്ട, ഞാൻ പറയുന്നത് കേൾക്ക്. ഞങ്ങൾ മടങ്ങാണ്, നിന്നെ ഇവര് കാത്തോളൂ. ഇല്ല, നീ ധൈര്യമായിട്ടിരിക്ക്. എനിക്ക് പോണം. പറയുന്നത് കേൾക്കും. ഇപ്പം പുറത്തേക്ക് പോകണ്ട ഉണ്ണി, ഞങ്ങളില്ലേ, ധൈര്യമായിട്ടിരിക്കെ. ഉമ്മറേ, നീ ഒരിക്കലും ഈ അംശം തെറ്റിയിരിക്കരുത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്റെ ബാപ്പയെ നടു റോഡിലിട്ട് കൊന്നു കടന്നു കളഞ്ഞ ആ ഉണ്ണി എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ആര്? ഞാൻ പറയാം, പക്ഷേ എന്നോട് മറ്റും തോന്നരുത്. ആരെന്ന് പറ. പറയാൻ. നിന്റെ നേർപ്പങ്ങൾ ആമിന. ആമി, അമ്മയെ ഒന്നും മിണ്ടുന്നില്ല. നീ ഇങ്ങനെ തളർന്നു കിടന്നാലോ? വാപ്പ നമ്മളെ തനിച്ചാക്കിട്ട് പോയി. പക്ഷെ അതോർത്ത് നമ്മളിങ്ങനെ വേദനിച്ച നമ്മളെ ഒരുപാട് സ്നേഹിച്ച വാപ്പയുടെ ആത്മാവത് സഹിക്കുമോ? അങ്ങ് ഏതോ ലോകത്തിരുന്ന് വാപ്പ നമ്മളെ ഓർത്ത്. എന്നേക്കാൾ നിനക്കറിയാലോ വാപ്പേ. നിന്റെ ചുരിദാർ കുറെയൊക്കെ കത്തിച്ചു കളഞ്ഞു. അന്നേരത്തെ ദേഷ്യത്തിന് അറിയാതെ. ആ, സാരമില്ല. അതിനു പകരം എത്ര ചുരിദാർ വേണമെങ്കിലും ഇക്ക മേടിച്ചു തരാം. എന്റെ കുട്ടി ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കാതിരുന്നാ മതി. ആ, ഇക്ക എന്തിനാ തരുത്തേന്നറിയോ? എന്റെ കുട്ടിയെ കിടപ്പ് മതിയാക്കി ഇന്നു മുതൽ കോളേജിൽ പോകാൻ. പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. ക്ലാസ്സും കൂട്ടുകാരും വർത്തമാനവും ഒക്കെ ആവുമ്പോ വേദനകൾ എത്രയും തൽക്കാലമെങ്കിലും മറക്കാനാകും. മാത്രമല്ല, വാപ്പ വല്ലാതെ ആഗ്രഹിച്ചിരുന്നല്ലോ നീ പഠിച്ചു പഠിച്ച് പഠിക്കാൻ. എന്തേ ഇക്ക ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എനിക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് ആമിയെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റാത്തവരുണ്ടോ? തെറ്റ് ചെയ്യാത്തവരുണ്ടോ? ഇക്ക വൈകിയാണെങ്കിലും കുറെ ശരികൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താ നീ ഇത് വാങ്ങാത്തത്? ഇഷ്ടമായില്ലേ? ഇഷ്ടമായിക്ക. എനിക്കിപ്പോ ഇതാ ഏറ്റവും ഇഷ്ടം. സിംറ്റം അതെ, ആ കുട്ടി ഫോൺ ചെയ്ത നമ്പർ ഇങ്ങതാ. നിങ്ങളാരാ? അപ്പൊ നീ തരില്ല അല്ല? വേഗം കൊടുത്തോ മോനെ, അല്ലെങ്കിൽ എന്റെ മോന്ത അവില് കുത്തിയ പഴം പോലെ ആക്കും. ഇറങ്ങടോ, ഇറങ്ങടോ പുറത്ത്. ഓ, അപ്പൊ നീ തരില്ല അല്ല?
ഉമ്മ ഇക്ക എവിടെ? എന്താ മോളെ, നീ കോളേജിൽ പോയില്ലേ? ഇതിനായിരുന്നോ തേൻ പുരട്ടിയ വാക്കുകൊണ്ട് തലോടി ഉടുത്തൊരുക്കി ഇക്ക എന്നെ കോളേജിലേക്ക് തള്ളിവിട്ടത്? എന്റെ ഉമ്മ അറിയണം. അല്പം മുമ്പ് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് സന്തോഷം കൊണ്ട് എന്നെ ഏറെ കരയിച്ച് ഈ മനുഷ്യൻ എന്റെ പുറകെ വിട്ടത് കുറെ തെമ്മാടികളെ. ഈ പെങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നറിയാൻ, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നറിയാൻ ഉമ്മ പറ, ഇയാൾ എന്റെ കൂടെ പറപ്പ് തന്നെയാണോ? വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. കുഞ്ഞുനാളി സ്കൂളിൽ പോകുമ്പോ മഴ നനയാതെ എന്നെ ഒരു കുടക്കീഴിൽ നിർത്തുന്ന ആ പഴയ ഇക്കയെ തിരിച്ചു കിട്ടിയെന്നോർത്ത് മനസ്സ് നിറഞ്ഞവള ഈ അനിയത്തി. ആ അനിയത്തിയുടെ പുറകെ തെമ്മാടി കൂട്ടത്തെ വിട്ട് നിങ്ങൾ ദുഷ്ടനാണ്, നീചനാണ്, നിങ്ങൾ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. വാപ്പയ്ക്കൊന്ന് മൃഗത്തെ വേട്ടയാടാൻ സ്വന്തം അനിയത്തിയല്ല ഉമ്മയെ പോലും കരുവാക്ക ഉമ്മെന്ന് യാതൊരു മടിയില്ല. അതൊരു മകന്റെ കടമയാണ്, ധർമ്മമാണ്. ഞാൻ അതേ ചെയ്തുള്ളൂ, ഇനി അതേ ചെയ്യുള്ളൂ. പാപ്പയെ കൊന്നു? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിന്റെ കൊഞ്ചലൊന്നും എനിക്ക് കേൾക്കണ്ട. മര്യാദക്ക് നീ പറഞ്ഞോ, ഉണ്ണി എവിടെ ഉണ്ട്? ഉണ്ണിയേട്ടൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നീ പറയില്ലല്ലേ? അറിഞ്ഞാലും ഞാൻ പറയില്ല. സത്യം കാണാൻ കണ്ണില്ലാത്ത നിങ്ങൾക്ക് ഞാൻ എന്റെ ഉണ്ണിയേട്ടനെ വിട്ടുതരില്ല. നിന്റെ ഉണ്ണിയേട്ടനോ? ഒന്ന് പറയുന്നേ. എന്തായി? തല്ലി നോക്കി, ഇനി കൊല്ലണോ? അതിനും തയ്യാറാ? അതൊന്നും വേണ്ട. നമ്മുടെ മുമ്പിൽ വഴികളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു വഴിയുണ്ട്. അതേത് സിംറ്റം? മിണ്ടാടാ. ഒരു വഴി, വല്ലാത്തൊരു വഴി മുന്നിലുണ്ട്. വാ. ഞാൻ നോക്കിയപ്പം പേടിച്ചു പോയി കേട്ടോ. ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? പേടിക്കേണ്ട വലിയ, ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. പുന്നാര അനിയനെ എവിടാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അറിയില്ല മറിയം, ഞങ്ങൾക്കൊന്നും അറിയില്ല. അറിയും, നിങ്ങൾ അറിയും. ഞങ്ങൾ ഇങ്ങനെ ചില ചില്ലറ കുസൃതികൾ കാട്ടുമ്പോ നീ ഞങ്ങളോട് ചെയ്യരുത്. ഇവന്റെ ബാപ്പയോടും അവന്റെ കുടുംബത്തോടും ഉണ്ണിക്ക് അത്ര വലിയ ക്രൂരത കാട്ടാമെങ്കിൽ ഞങ്ങൾക്ക് ഇതും ഇതിലപ്പുറം ചെയ്യാം. ഹംസേ, പറ. വലിയ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഹംസയും ഉമ്മറും ചേർന്ന് ആളൊഴിഞ്ഞെടുത്ത് വെച്ച് ഞങ്ങളുടെ മാനം പോയനെ ഉണ്ണി. ഭർത്താക്കന്മാരോടത് പറയാൻ പോലും ഗതിയില്ലാത്ത ഭാര്യമാരാ ഞങ്ങൾ. പറഞ്ഞ പിന്നെ ആയുധങ്ങളുമായിട്ടായിരിക്കും അവരിറങ്ങുക. എന്തിനാ ഉണ്ണി നീ ഗൾഫിൽ നിന്ന് വന്നത്? ആമിയെ സ്നേഹിച്ചത്. ഉമ്മറന്ന് തല്ലിയതിന് ബാപ്പയെ കൊന്ന് പകരം വീട്ടിയത്. ഞങ്ങളുടെ മാനം കെടുത്ത് ഞങ്ങളെ വിധവകളാക്ക അല്ലേ ഉണ്ണി? ഒന്നും പറയണ്ട ഉണ്ണി. എന്നാലും നീ ബാപ്പയെ കൊല്ലേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങളെങ്കിലും സമാധാനമായിട്ട്. ഗംഗേട്ടന് ശിവേട്ടനാണെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നമ്മളെ കാണണ്ട. ഞാനാ ഉണ്ണേട്ടൻ.
ആരെങ്കിലും കണ്ട് എനിക്ക് എന്നോട് സംസാരിക്കണം. ഞാൻ വാതിൽ തുറക്കാം. എന്തിനു ഉണ്ണിയുടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇക്കയോ പള്ളി കമ്മിറ്റിക്കാരോ കണ്ട എന്തുണ്ടാവുമെന്നറിയോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് സത്യം പറയണം. ആമിയോട്, ഉമ്മർക്കയോട്, അമ്മയോട്, ഈ ലോകത്തോട് മുഴുവൻ ഞാൻ കൊന്നിട്ടില്ല എന്റെ വാപ്പ. ഉണ്ണിയുടെ ഭ്രാന്ത് പറയാതെ ഇതൊന്നും കേൾക്കാൻ ആരും തയ്യാറാവില്ല ഇപ്പൊ. ഉണ്ണിയുടെ തൽക്കാലം ഇപ്പോ. ആമി, നിനക്കറിയില്ല എന്റെ വേദന. എല്ലായിടത്തും നമ്മുടെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഉണ്ണിയുടെ ഞാൻ പറയുന്നത് കേക്ക്. എവിടെയായാലും അവനെ കിട്ടാതിരിക്കില്ല. ഓടി രക്ഷപ്പെട്ടോ. ഉണ്ണിയുടെ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ച ആമി പിന്നെ ജീവിച്ചിരിക്കില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ശരി. ആ ഉണ്ണിട്ട പ്ലീസ് ഉണ്ണിട്ട ഞാൻ പറയുന്നത് കേക്ക്. ആരാത്? എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഹംസേ, വാടാ. പിടിയടാ നായിന്റെ പോലെ. നിൽക്കാതെ ഒന്നോർത്തോ, അവനെ കൊല്ലാതെ ഉമ്മർ തിരിച്ചു വരത്തില്ല. ഒരു പെട്ടവളെ അവനിവിടെ ഉണ്ട്. വിടരുതവനെ. ഓടിയാ വേഗം. മോനെ ഞങ്ങളെ ഹംസേ, വിടരുതവനെ. അതേടി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇന്നലെ അവൻ എന്റെ എല്ലാമായ വാപ്പയെ കൊന്നു. ഇന്നെന്റെ പെങ്ങൾ അവന് കിടക്ക് വിരിച്ചു. ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? ആ, ഇനി ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം? അല്ല അല്ല, ഞാനല്ല ഇതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടത്. എന്റെ വാപ്പയെ കൊന്നവനെ കൈ കിട്ടിയിട്ടും കൊല്ലാൻ എനിക്കായില്ല. ശരിയാ, അതിന് ഞാൻ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അതിനു മുമ്പേ വാപ്പയോട്, ഈ കുടുംബത്തോട്, ഈ സമുദായത്തോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാവങ്ങൾ അത്രയും ചെയ്ത നീ ശിക്ഷിക്കപ്പെടണം. ഇപ്പോ ഇങ്ങനെ എനിക്ക് നിന്നെ കൊല്ലാം. ഉമ്മ പോലും എന്നോട് ചോദിക്കില്ല. മൗനം കൊണ്ട് എന്നെ പിന്തുണയ്ക്കുക. പാപ്പയെ വല്ലാതെ സ്നേഹിച്ച ഉമ്മ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനല്ല നിന്നെ ശിക്ഷിക്കേണ്ടത്. ഇങ്ങനല്ല നിന്നെ കൊല്ലേണ്ടത്. പോയി ഹംസ, എന്നെ ഇക്കാന്ന് വിളിച്ചിരുന്നു ഉണ്ണി. എന്റെ വാപ്പയെ പട്ടിയെ കൊല്ലുന്ന പോലെ നറുറോട്ടിലിട്ട് കൊന്നപ്പോ ഞാൻ തോറ്റു. പിന്നെ അവനെ കൊല്ലാനുള്ള നീക്കങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടപ്പോ വീണ്ടും ഞാൻ തോറ്റു. ഇനി എന്റെ പെങ്ങൾ അവന്റെ വധുവായി വീടിന്റെ പടിയിറങ്ങുന്നത് ഞാൻ കാണേണ്ടി വരും. അല്ല, അങ്ങനെ ഒരു തോൽവി ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതായിരിക്കും. എന്നാലും പ്രവൃത്തികരോട് ചോദിക്കാൻ, നീ എന്നെ രക്ഷിക്കൂ. നീ എന്താടാ നീ എന്റെ പെങ്ങളെ കിട്ടുമോ? ഉമ്മറെ, നിന്റെ പെങ്ങളുടെ കഴുത്തിൽ ഉണ്ണി താലി കെട്ടിയാൽ തോൽക്കുന്ന നീയല്ല, നമ്മുടെ സമുദായ. എന്റെ ചങ്കിൽ ജീവന്റെ കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ സമുദായം തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും സർവശക്തനായ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, നിന്റെ പെങ്ങളുടെ വയറ്റിൽ ഉണ്ണിയുടെ ജീവനുണ്ടെങ്കിൽ പോലും ഈ ഹംസ അവളെ കെട്ടിയിരിക്കും. വാക്ക് റബ്ബാണ് വാക്ക്. ഹംസ, എല്ലാരും ഉണ്ടല്ലോ. കഞ്ഞി കുടിച്ചോ? ആ, പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ആമിനയുടെ നിക്കാഹ് തീരുമാനിച്ചു. വരൻ നിന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഉണ്ണിയല്ല, ആപത്തിൽ എന്നെ കൈവിടാത്ത എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഹംസ.
ഈ കരച്ചിലും പിടിച്ചിലും ഒന്നും വേണ്ട. ഇനി എന്റെ തീരുമാനത്തിനപ്പുറം ഒരു ഇല അനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നേക്ക് 3-ാം നാൾ നിന്റെ നിക്കാഹ്. ആ ഇത്രയും ശിക്ഷിക്കാൻ മാത്രം ആമി ഇക്കയോട് എന്ത് തെറ്റാ ചെയ്ത്? ഉമ്മറെ, ടീച്ചർ ഒന്ന് പറഞ്ഞോട്ടെ. മിണ്ടിപ്പോരുത്. ഇതെന്റെ കുടുംബകാര്യമാണ്. അതിൽ അന്യരിടപെടാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ മൂസ ഹാജി അല്ല ഈ വീടിന്റെ നാഥൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഞങ്ങൾ ഇറങ്ങാം ആമി. ഇനി ചിലപ്പോ ഈ പടിയടക്കൽ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ആമിയല്ല പ്രതീക്ഷിച്ചത്. ആമിയെ ഭാര്യയാക്കാൻ ഒരുങ്ങിച്ചമഞ്ഞു വരുന്ന വിധിയെ ചെരുപ്പൂരി അടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു ആമിയും ആമിയുടെ ഉള്ളിലില്ലേ? ഇപ്പൊ തോറ്റുപോകരുത് കുട്ടി. പിന്നെ ഒരിക്കലും ജയിക്കാൻ അവസരം കിട്ടില്ല, ഉറപ്പാ. ടീച്ചർ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാ പറയുന്നേ. ഒക്കെ ആലോചിച്ച് തീരുമാനിക്കാം. ഒന്ന് നിന്നേ. എന്നെ ഓർമ്മയുണ്ടല്ലോ. 8 വർഷം മുമ്പ് മഞ്ഞ് വീണൊരു ഡിസംബർ രാവിലെ ഞാൻ ഭാര്യപ്പുറത്ത് ജീവിതം ആരംഭിച്ചിരുന്നു. മറന്നിട്ടില്ലല്ലോ. നിനക്കെന്താ ഇപ്പൊ വേണ്ടത്? പറയാം. അന്ന് ആ ആദ്യ രാത്രിയിൽ പോലും നമ്മൾ കലഹിച്ചു. ആദ്യത്തെ കൺമണി ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്ന് ചൊല്ലി. പക്ഷേ നിങ്ങൾ എനിക്ക് ആ കൺമണി തന്നില്ല. തന്നത് തലാക്ക, മൊഴി ചൊല്ലല. എന്തിന്? വെറുതെ ഒന്ന് എതിർത്തതിന്. നിൽക്ക്, പറഞ്ഞു തീർന്നില്ല ഞാൻ. എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാത്തിരുന്നു. ഒരിക്കൽ തെറ്റിദ്ധരുത്തി നിങ്ങൾ എന്റെ അരികിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് അറിയാതെ മോഹിച്ചു. നിങ്ങൾ വന്നില്ല. എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. പക്ഷേ എന്നെക്കാൾ പാവമായ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങളിപ്പോ ചവിട്ടി അരയ്ക്കാൻ പോകുന്നത്. പേടിക്കണ്ട, ഞാനത് തടയാൻ ശ്രമിക്കില്ല. കാരണം എനിക്കതിന് കഴിയില്ല. ഞാനൊരു സ്ത്രീയല്ലേ. എന്റെ ആമിയെ, ഞങ്ങളുടെ ആമിനെ നിങ്ങൾ മറ്റൊരു മുത്തുബിയാക്കിക്കൊള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരിക്കലും മനസ്സമാധാനം ഉറങ്ങാൻ കഴിയില്ല. തൊട്ടുപോലെ തന്നെ ആൾക്കാർ കൂടിയാ എനിക്കല്ല, നിങ്ങൾക്ക് മോശം. ഉണ്ണി, നീ ആമിനെ കെട്ടിയ നിന്റെ ചേച്ചിമാരെ വഴിയാതാരാക്കുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാ. പക്ഷെ ഇത് പണ്ട്. അതേ ഞങ്ങൾ തന്നെ ഇപ്പോ പറയുന്നു. നീ അവളെ കടത്തിക്കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഹംസയുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നീ തന്നെ അവളെ കെട്ടണം. ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ ഉണ്ണി, നീ ഒന്നും അറിയണ്ട. ആമിനെ തട്ടിക്കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ നിർത്തി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഒക്കെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഈ സമയം നീ അവളെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയ അതവരുടെ സമുദായത്തിന്റെ കരണത്ത് കൊടുക്കുന്ന ഒന്നാം തരം ഒരു അടിയായിരിക്കും. ഗംഗേട്ടനും ശിവേട്ടനും വിവാഹം കഴിച്ചത് ഏതെങ്കിലും സമുദായത്തിന്റെ കർമ്മത്തടിക്കാനാണോ? അതോ സ്വന്തമായിട്ടൊരു കുടുംബം കുട്ടികളെന്നുള്ള മോഹമുണ്ടോ? അതുപോലെ ആണോ ഉണ്ണി ഇത്? അവളുടെ വാപ്പയെ കൊന്ന നീ തന്നെ അവളെ കെട്ടുമ്പോ നമ്മുടെ സമുദായം നേടുന്ന മഹാവിജയം അത് നീ ഓർത്തു നോക്കിക്കേ. അല്ല, ഇനി നിനക്ക് അവളെ കെട്ടണമെന്നില്ലെങ്കിൽ വേണ്ട. 1-2 ദിവസം വെച്ചോണ്ടിരുന്നിട്ട് വിട്ടാലും മതി. ചെയ്തു തന്ന പല ഉപകാരങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ എനിക്ക് അല്പം സ്വൈര്യണ്ട. ശിവൻകുട്ടി, നീ വാ.
എന്റെ കല്യാണമല്ല, എന്നെ കൊല്ല. മിണ്ടാ പ്രാണിയെ കൊല്ലും പോലെ ഇക്കയും ഹംസയും ചേർന്ന് എന്നെ വെട്ടിക്കൊല്ല. ഉമ്മ, ഇക്കയോട് അരുതെന്ന് പറ ഉമ്മ. ഉമ്മ, ഉമ്മയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. എന്തിനാ ഉമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇതിലും ഭേദം ഉമ്മ ബാപ്പയുടെ കൂടെ പോകുന്നതായിരുന്നു. ഉമ്മ. ആരുല്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു ചെറിയ സിംറ്റം പറയാമെന്നതാ അല്ലേ അംശേ? ആ, എന്റെ പുന്നാര പുതുമണവാട്ടി, ഒരിക്കൽ ഈ മുഖത്ത് ചെരിപ്പൂരി അടിക്കുമെന്ന് നീ പറഞ്ഞ ഓർമ്മയുണ്ടോ? അണിഞ്ഞൊരുങ്ങി സ്വർണ്ണാഭരണ വിഭൂഷിതയായി നാളെ എന്റെ മണിയറിലേക്ക് പ്രവേശിക്കുമ്പോ ആ ചെരിപ്പൂടി എടുക്കാൻ മറക്കരുത്. അല്ല, ഇനി കൈ കൊണ്ട് അടികൊള്ളുന്ന സുഖല്ലേ? അല്ലേടോ പോയാമോ? അത് പിന്നെ പറയാണ്ട അംശേ, അതൊക്കെ നിന്റെ ഒരു സിംറ്റം. അമ്പര വിഡ്ഢികളെ, വിനീത വിധേയരായ ദാസികളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആമി മൂസ ഹാജിയുടെ മകളാണ്. സ്വന്തം ഇഷ്ടത്തിനപ്പുറം ജീവിക്കേണ്ടി വന്നാൽ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോലും തെല്ലും മടിയില്ലാത്തവൾ. മനസ്സിലായില്ലല്ലേ? ആമിക്കൊരു വലിയ ഇഷ്ടമുണ്ട്, മഹാസ്വപ്നമുണ്ട്. കുഞ്ഞുനാൾ മുതൽ ആരുടെ നിഴലായി നടന്നോ ആ മനുഷ്യന്റെ സ്നേഹം നിറഞ്ഞ നെഞ്ചിൽ വീണുറങ്ങുക. അല്ലാതെ നിങ്ങളെപ്പോലൊരു രണ്ടാം കെട്ടുകാരന്റെ കൈ ആമയുടെ നേർക്ക് നീണ്ടു വന്നാൽ മരിച്ചാവും ആമയെ പിന്നെ നിങ്ങൾ കാണുക. അമിന, വേണ്ട, എന്നെ പേടിപ്പിക്കണ്ട. ഇതൊന്നും കണ്ട് പേടിക്കുന്നതല്ല ഈ ഹംസ. നിർത്തണോ? കടക്ക് പുറത്ത് കിടക്കാൻ. ആ, വല്യേച്ചി, വല്യേച്ചിക്ക് പേടിയല്ലേ? ഞാനിവിടെ വന്നത് ആരോടും പറയില്ലേ ആമി? മനസ്സിലായി വല്യേച്ചി, പേടിയല്ലേ? ഈ ആമിയെ പോലും പേടിയല്ലേ? അതല്ല മോളെ, 10-16 വർഷം മുമ്പ് വല്യേച്ചി തോളിലെടുത്ത് നടന്നിരുന്ന ആമിയാ ഇത്. പാട്ട് പാടി ഉറക്കിയിരുന്ന ആമിയാ. ആ ആമിയെ പോലും വല്യേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ മോളെ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആരും ആമിയെ പേടിക്കണ്ട. പ്രത്യേകിച്ച് വല്യേച്ചി ചെറിയച്ചി. നിങ്ങളുടെ അനിയത്തിയായി ഉണ്ണിയേട്ടന്റെ വധുവായി ഈ പടി കടന്നു വരാൻ മോഹിച്ച ഒരു പൊട്ടിപ്പെണ്ണ ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ ചേച്ചി? നാളെ രാത്രി എന്നെ കശാപ്പ് ചെയ്യ എല്ലാരും കൂടെ. രക്ഷപ്പെടാൻ ആമിക്ക് പഴുതുകളില്ല. രക്ഷിക്കേണ്ടവരെല്ലാം പോയല്ലോ ആമിയെ വിട്ടിട്ട്. അതെ വല്യേച്ചി, വിവരം അറിഞ്ഞാലെങ്കിലും ഉണ്ണിയേട്ടൻ വരുമെന്ന് ഞാൻ കരുതി. ഉണ്ണിയേട്ടൻ അറിയാത്തതല്ലോ ഈ ഹൃദയത്തിന്റെ തേങ്ങൽ. അതെ വല്യേച്ചി, ചോദിക്കുന്ന തെറ്റായിരിക്കാം, എന്നാലും ചോദിച്ചു പോവാ. ഒരു ദിവസം ഉണ്ണിയേട്ടന്റെ വധുവാനുള്ള കൊതി കൊണ്ട എന്നെ രക്ഷിക്കാൻ ഉണ്ണിയേട്ടനോടൊന്ന് പറയൂ. എന്നെ ഉണ്ണിയേട്ടന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോവോ? പറ്റില്ലല്ലേ? ആമി അവസാനം ഉണ്ണിയേട്ടനെയും വല്യേച്ചിയൊക്കെ ഒറ്റിക്കൊടുത്താലോ? പോട്ടെ, സാരമില്ല. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ആമിക്കറിയാം. ഞാനങ്ങ് ചെല്ലുമ്പോ ബാപ്പ ചിരിക്കും, 2 കൈ നീട്ടി കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, എന്റെ മോള് ഇത്ര വേഗം ഇങ്ങ് വന്നോ? മിടുക്കി മിടുക്കി. ആമി, ഇപ്പൊ എന്റെ മനസ്സിൽ നീയില്ല. കല്യാണം, കുടുംബം, എല്ലാ മോഹങ്ങളും മരിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഉമ്മയും മിക്കയും സത്യം മനസ്സിലാക്കുന്നത് വരെ എനിക്ക് പുറത്തു വരാൻ കഴിയില്ല. വരാൻ പാടില്ല. ഞാൻ കൊന്നിട്ടില്ല എന്റെ വാപ്പെ. ഉണ്ണീട്ട, ഉണ്ണീട്ടിനെ ഇനി ഈ നാട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ?
ഇക്ക വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? എന്തിന് എന്റെ ഉമ്മ പോലും. അതെ ഉണ്ണേട്ട, ഉമ്മ പോലും ഇനി ഒരിക്കലും വിശ്വസിക്കില്ല ഉണ്ണേട്ടനെ. അല്ലെങ്കിൽ നാളെ രാത്രി ഇക്കയും ഹംസയും കൂടി എന്നെ കശാപ്പിക്കുന്നത് തടയാൻ ഉമ്മ നാവ് ഉയർത്തുമായിരുന്നു. ഉമ്മയ്ക്കറിയാലോ എന്റെ ഉണ്ണേട്ടന്റെ മനസ്സ്. ബാപ്പ പോയത് പിന്നെ മിണ്ടിയിട്ടില്ല പാവം. ഉമ്മയുടെ കുറ്റമല്ല ഒന്നും. മകനെ പോലെ കരുതിയ കുട്ടി ഇത്രയും ക്രൂരത ചെയ്യുമെന്ന് ഓർത്തു പോയിട്ടുണ്ടാവും. ഇപ്പൊ വേദനിച്ചിട്ട് കാര്യമില്ല ഉണ്ണേട്ട. ഇതിനെല്ലാം കാരണം ഉണ്ണേട്ടൻ ഒരാൾ മാത്രമാണ്. നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം, ഉണ്ണേട്ടൻ വിധിക്ക് മുന്നിൽ വല്ലാതെ കീഴടങ്ങിപ്പോയി. പാപ്പ പിടഞ്ഞു വീണ് ആ നിമിഷം മുതൽ ഭയം കൊണ്ടാവാം, തീരാത്ത വേദന കൊണ്ടാവാം, പക്ഷെ കീഴടങ്ങിപ്പോയി. അത് സത്യം. പിന്നെ ഉണ്ണേട്ടൻ ആര് വിശ്വസിക്കാൻ? അവസാനം ഉണ്ണേട്ടൻ എന്നെ ഹംസയ്ക്കല്ല വിധിക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ എങ്ങനെ നിന്നെ അതോടെ വാപ്പയും കൊന്ന് മകളെയും കൊണ്ട് കടന്നു കളഞ്ഞ നീച്ചനാകും ഞാൻ. ഉണ്ണേട്ട, സത്യം നമുക്കറിയാം. നമ്മെ കൂടാതെ ഒരാൾക്ക് കൂടി അറിയാം. ദാ അവിടെ ഇരിക്കുന്ന എന്റെ ഉണ്ണേട്ടന്റെ ബാപ്പയ്ക്ക് ആ ആത്മാവിനെ ഓർത്തെങ്കിലും ഉണ്ണേട്ടനെ വല്ലാതെ സ്നേഹിച്ച എന്നെ വിധിക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. ഇനി ഞാൻ നിർബന്ധിക്കില്ല. തൃപ്തിയായി. പിന്നെ നാളെ എന്റെ നിക്കാഹാണ്. വരണം എന്ന് ഞാൻ പറയുന്നില്ല. വന്നാലും സ്വീകരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. നാളെ രാവ് കഴിഞ്ഞാൽ ഞാൻ അവിടെയാവും. കാണാം നമുക്ക്. ഒരുപാട് കാലം കഴിഞ്ഞ് അപ്പോഴും ഞാൻ അവിടെ കാത്തിരിക്കാവും. എന്ത് ചെയ്യാൻ? ഇതിന് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയില്ലേ? ഉണ്ണേട്ടൻ വിധിക്ക് മുന്നിൽ വല്ലാതെ കീഴടങ്ങിപ്പോയി. ഭയം കൊണ്ടാവാം, തീരാത്ത വേദന കൊണ്ടാവാം, പക്ഷെ കീഴടങ്ങിപ്പോയി. അത് സത്യം. പിന്നെ ഉണ്ണേട്ടൻ ആര് വിശ്വസിക്കാൻ? അവരിൽ ചിലരെ ഒതുക്കാനുള്ള ഓപ്പറേഷൻ, അത് നയിക്കാനുള്ള ഭാഗ്യം ഉണ്ണിക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നേ. ഉണ്ണിക്ക് ഒരാളുടെ സഹായം വേണ്ടെന്നറിയാം, എന്നാലും ഇവരുണ്ടാവും കൂടെ. പിന്നെ മൂസാഹാജിയെ തീർത്ത പോലെ ഒരു നിമിഷം കൊണ്ട് തീർത്തേക്കണം എല്ലാത്തിനെയും. ആയുധം ഏത് വേണം? തീരുമാനം ഉണ്ണിയുടെ. ചോര കണ്ട തല കറങ്ങുന്ന എന്നെ സ്വന്തം വാപ്പയെ കൊന്ന് നീചനാക്കി നിങ്ങളാ. ഇനി എന്നെ വെച്ചോളം നിന്റെ ഒന്നും കളി വേണ്ട, സമരക്ഷണം വേണ്ട. അതിലും ഭേദം മരണ. ഇവന് എന്ത് സംഭവിച്ചു? ഉണ്ണി മിണ്ടരുത്. ഒരു മുറ്റും ഒരേ മനസ്സുമായി കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത ജാതിയുടെ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളൊക്കെ ചേർന്ന് ഈ നാടിനെ വെട്ടിമുറിച്ചു. ഉണ്ണി ഞങ്ങളൊന്ന് പറയാ. ഉണ്ണി മതി. ഇനി എന്റെ പെങ്ങന്മാർ വിധവകളായ പോലും ഞാൻ വേദനിക്കില്ല. കൊല്ലാനെ പുണ്യക്ക് മടിയില്ല. ഞാൻ പോവുക. നിങ്ങളെന്നെ എന്താക്കി തീർത്തോ അതെല്ലാം ഞാൻ ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ. പിറകെ വരരുത്.
വന്നാൽ ഉണ്ണി ഉണ്ണി തുറന്നു വാതില്. ഉണ്ണി വാതിലോർക്ക്. ഉണ്ണി ഉണ്ണി രാജകുമാരനെ പോലുള്ള ഇരിപ്പ് കാണാൻ മാത്രം ഉണ്ട് കേട്ടാ. മാനത്തൊന്നും പൊട്ടി വീണ ആഹാ ഇന്റെ അംശയിച്ച് ഇവിടെ കുത്തിരിക്കാതെ ഒന്ന് കുടി പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ പുരാപ്പിളായിട്ട് വരണ്ടതല്ലേ പറയാം. എടാ, ഇവിടുത്തെ കാര്യം നോക്കാനും ഉമ്മറെ സഹായിക്കാനും ഞാൻ മാത്രല്ലേ ഉള്ളൂ. അതിനെന്താ നാളെ മുതൽ അന്റെ കൂടിയല്ലേ പറയാത്. അന്റെ രണ്ടാം കെട്ടിന്റെ ഒരു സിംറ്റം. ഉമ്മരെ അംശം പോയാമോ? എന്താ പാലേട്ടാ, ഒരിക്കലൊരു അബദ്ധം പറ്റിയതിന് ഇവരെന്നെ കൊലപാതകയാക്കി. ഇന്നതാകാൻ എനിക്ക് പണിയില്ല. മാറേ. ആരും മാറരുത്. ഇത് നമ്മുടെ സമുദായത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അഭിമാനം? സമുദായം? സമുദായത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാത്ത എന്നെ നിങ്ങൾ ബലിയാളാക്കി. എന്റെ തലയെടുക്കാൻ ഈ പാവങ്ങളെ നിങ്ങൾ അണിനിരത്തി. ഈ നാട്ടിൽ അതിന്റെ പേരിൽ എന്തെല്ലാം പേക്കുത്തുകൾ നിങ്ങൾ നടത്തി. സഹിച്ചു, നിസ്സഹായനായി പോയി ഞാൻ. ഇനിയെങ്കിലും ഒരാളോട് എനിക്കൊരു വാക്ക് പറയണം. ഇല്ലെങ്കിൽ ആരാന്ന് നോക്കില്ല. മാറി. ഒരടി പോലും മുന്നോട്ട് വെക്കരുത്. വെച്ചാൽ മരിക്കാൻ പോലും മടിയിലാണ് ഉണ്ണി വന്നിരിക്കുന്നത്. ഉമ്മ, 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 ഒന്ന് പുറത്തേക്ക് വാ അമ്മ. ഇനി ഒരിക്കലും ഒന്നിങ്ങനെ ചോദിക്കില്ല. ഒരേ ഒരു വട്ടം പുറത്തേക്ക് വാ അമ്മ. ഉമ്മ, ഉണ്ണിക്കൊന്നു. ഉമ്മാടെ കണ്ട ദൈവത്തെ ഒന്നും മിണ്ടാൻ പോലും അനുവദിക്കാതെ ഉണ്ണിക്കൊന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും എന്റെ ഉമ്മ, അല്ലേ? എന്റെ ഉമ്മ. എനിക്കറിയാം ഉമ്മയുടെ അവിശ്വാസങ്ങൾ തിരുത്താൻ വന്നതല്ല ഉണ്ണി. അതിനുള്ള തെളിവില്ല, ശക്തിയില്ല. ശക്തിയുള്ളത് ഇവർക്ക് മാത്രം. ഇവരുടെ ശക്തി ഉമ്മയുടെ വിശ്വാസമാവട്ടെ. പരാതിയില്ല ഉണ്ണിക്ക്. എന്റെ ബാപ്പിനെ ഞാൻ കൊന്നുവെന്ന് ഉമ്മ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ വിട്ടുകൊടുക്കരുത്. ഉമ്മയുടെ കൈകൊണ്ട് തന്നെ ഒറ്റവെട്ട് തന്നെ കൊന്നുകളയണം. എന്തിനുമ്മ മടിക്കുന്നേ? മോനെ, ഉമ്മ, 10 മാസം ചുമന്ന് നന്ദു പെറ്റ മകന് പോലും എന്റെ വാക്ക് വേണ്ട. അത്തരം ഒരുപാട് മക്കൾ നിറഞ്ഞുപോയി ഈ ലോകത്തോട്. ഇനി ഒന്നും എനിക്ക് സംസാരിക്കാനുമില്ല. എന്തിന് എന്ന് എന്റെ വാക്കുകൾ പാഴ്വാക്കാകണം? നീ വന്ന് വിളിച്ചപ്പോ ഈ ഉമ്മയുടെ നാവല്ല സംസാരിക്കുന്നത്, ഹൃദയമാണ്. മോനെ, നീ പറഞ്ഞ പോലെ എന്റെ കൺകണ്ട ദൈവത്തിന്റെ മകനാണ് നീ. എന്റെ മോൻ ഒരിക്കലും അവന്റെ ബാപ്പയെ കൊല്ലാനാവില്ല. ഈ
ലോകം മുഴുവൻ സാക്ഷി പറഞ്ഞാലും ഈ ഉമ്മയോട് വിശ്വസിക്കില്ല. എന്തിനാ മോനെ ഇനിയും എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കരയാൻ പോലും കഴിയാതെ നിൽക്കുന്നത്? ഒന്ന് പൊട്ടിക്കരയേ. പറഞ്ഞപ്പോ ഉമ്മർക്ക് രക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിനെ പറ്റിപ്പോയി. എനിക്കിത് മതി, എനിക്കിത് ധാരാളം മതി. ഉമ്മർക്ക് ഇനി നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? കൊന്നോ? ഉണ്ണിക്കൊരു പരാതിയില്ല. എന്റെ ഉമ്മ പറഞ്ഞു ഞാൻ എന്റെ വാപ്പയെ കൊന്നിട്ടില്ലാന്ന്. കൊന്നോ? ഉണ്ണി, കുഞ്ഞനാൾ മുതൽ നിന്നെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പാവം പെൺകുട്ടിയുണ്ട് ഇവിടെ. അവളുടെ മോഹം, അതിലപ്പുറം അവളുടെ ബാപ്പ ഇതുപോലെ ഉള്ളിൽ കാത്തുവെച്ച സ്വപ്നം. ഞാൻ ഈ ലോകത്തിൽ ബാക്കിയാണെങ്കിൽ അത് നടക്കാതെ പോകരുത് പോലെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവളുടെ ഉമ്മയായത്, അദ്ദേഹത്തിന്റെ ഭാര്യയായത്? ഉണ്ണി, നീ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിൽ ജാതിയും മതവും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്റെ പുത്തിനെ. മിണ്ടിപ്പോവരുത്. നീ നിന്റെ പാപ്പയെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് നീയും ഇവരുമാണ്. എനിക്ക് മുമ്പ് നിങ്ങൾ ആ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ആ വാക്കിന്റെ പൊരുൾ അറിയാതെ അതിനെല്ലാം എതിരെ നടന്ന് ജീവിച്ചിരിക്കെ തന്നെ നിങ്ങൾ ആ പാവത്തിനെ മരിച്ചവനാക്കി. ഇനി ഞങ്ങളുടെ സ്വന്തം ആത്മാക്കളായ ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കാൻ ശ്രമിച്ച ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ. ഒരാളും തൊടില്ല നിങ്ങളെ. ഈ മറിയുമ്മയുടെ മയ്യത്തിൽ ചവിട്ടി നിന്ന് മാത്രമേ നിങ്ങളുടെ മുടിത്തുമ്പിൽ പോലും തൊടാനാവൂ. ഞാനാ പറയണേ, കൊണ്ടുപോയിക്കോളൂ. വസന്ത ഭംഗിയിലായിരം പൂർണ്ണ നിലാവിലുറങ്ങ ഇനിയുമുഷത്തിന്റെ പൊന്നില താലിയിൽ സ്നേഹം രചിക്കുമോ കാലം. ഇനിയുമുഷത്തിന്റെ പൊന്നില